എൻ്റെ പഞ്ചാര മുഞ്ചാരകളെ, മൊഞ്ചന്മാരെ, മൊഞ്ചത്തുകളെ, എൻ്റെ തക്കുടുകളെ, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു പക്ഷേ ഈ ഷുവർ ക്വസ്റ്റ്യൻ്റെ വീഡിയോയ്ക്ക് ആയിരിക്കും അല്ലേ മക്കളെ? കുറഞ്ഞ സമയം കൊണ്ട് സാർ വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് പഠിപ്പിച്ചു തരാമോ? പിന്നെ എന്തിനാണ് അഖിൽ സാർ ഇവിടെ പഠിപ്പിച്ചു തരാലോ? ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണണം. ഞാൻ പറയുന്ന കോഡുകൾ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ പഠിച്ചു പോകണം. നോട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക. ചുമ്മാ കഥ കേൾക്കുന്ന പോലെ, കഥകളി കാണുന്ന പോലെ, സിനിമ കാണുന്ന പോലെ വീഡിയോ കാണാതിരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്ന് അവസാനം അഭിപ്രായം പറയാ. എല്ലാം മനസ്സിലായ എന്നുകൂടി പറയാ. ഞാൻ ലാസ്റ്റ് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൂടെ പറയാ. സെക്ച്വൽ റീപ്രൊഡക്ഷൻ അതേപോലെ ബയോടെക്നോളജി 2 ചാപ്റ്ററേ ഉള്ളൂ. മെയിൻ എക്സാമിന് കൂടുതൽ ബയോടെക്നോളജി എന്നാണ് ക്വസ്റ്റ്യൻ വരിക. പക്ഷേ ഈ ഓണം എക്സാമിന് കൂടുതൽ സെക്ച്വൽ റീപ്രൊഡക്ഷൻ എന്നായിരിക്കും, ഫസ്റ്റ് ചാപ്റ്ററിനായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ വരിക. ശ്രദ്ധിച്ചിരുന്നോ മക്കളെ? ഫസ്റ്റ് ചോദിക്കുക, RDNA ടെക്നോളജിയിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ ബയോടെക്നോളജിയിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ എന്നായിരിക്കും 2 മാർക്കിന് ചോദ്യം വരിക മക്കളെ. 2 മാർക്കിനുള്ള ചോദ്യമാ. ഒന്നാമത്തെ എന്താ? ഐസൊലേഷൻ ഓഫ് DNA വേർതിരിക്കുന്നു. രണ്ടാമത്തെ എന്താ? DNA കഷ്ണങ്ങളാക്കുന്നു. എന്ത് വെച്ച്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞ എൻസൈം വെച്ച് DNA കുറെ കഷ്ണങ്ങളാക്കുന്നു. ആ കഷ്ണത്തിൽ നിന്ന് നമുക്ക് വേണ്ട ഡിസൈറബിൾ DNA, നമുക്ക് ഇഷ്ടമുള്ള ജീൻ മാത്രം വേർതിരിക്കുന്നു. അതാണ് ഐസൊലേഷൻ ഓഫ് ഡിസൈറബിൾ DNA. ഇത് ചെയ്യുന്ന സാധനം ഏതാ? അഗറോസ് ഇലക്ട്രോഫോറസിസ് എന്നാ വിളിക്കുക. അടുത്തെന്താ? ഈ കഷ്ണത്തെ കുറെ കോപ്പികളാക്കുന്നു. അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട് മക്കളെ. ആ സ്റ്റെപ്പിന്റെ പേരാണ് ആംപ്ലിഫിക്കേഷൻ. ഒരു ജീന്റെ തന്നെ കുറെ കോപ്പികൾ ഉണ്ടാക്കുന്നു. ആംപ്ലിഫിക്കേഷൻ എന്നാ വിളിക്കുക. അതിന് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് PCR. DNA പുറത്തെടുക്കുന്നു, കഷ്ണങ്ങളാക്കുന്നു, അതിൽ നിന്ന് നമ്മുടെ ജീനെ മാത്രം വേർതിരിക്കുന്നു. അതിന്റെ പേരാണ് ഡിസൈറബിൾ ജീൻ. അതിന്റെ കുറെ കോപ്പികൾ ഉണ്ടാക്കുന്നു. ആ കോപ്പികൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഇതിനിടയ്ക്ക് ആഡ് ചെയ്യണം നിങ്ങൾ. അതിനെ ആംപ്ലിഫിക്കേഷൻ എന്നാ വിളിക്കുക. അതിന് സഹായിക്കുന്ന ആളാണ് PCR. ഒരുകുന്ന കഷ്ണങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീനെ മാത്രം വേർതിരിക്കണം. ഒരുകുന്ന കഷ്ണങ്ങളുണ്ട്, അതിന് നിങ്ങളുടെ ജീനെ മാത്രം വേർതിരിക്കാൻ സഹായിക്കുന്നവരാണ് അഗറോസ് ഇലക്ട്രോഫോറസിസ്. ആ ജീന്റെ കുറെ കഷ്ണങ്ങൾ ഉണ്ടാക്കണം, ആംപ്ലിഫൈ ചെയ്യണം. സഹായിക്കുന്ന ആരാ? PCR മക്കളെ. കുറെ കഷ്ണങ്ങൾ ഉണ്ടാക്കി, ഒരു ജീന്റെ തന്നെ കുറെ കഷ്ണങ്ങൾ ഉണ്ടാക്കി നമ്മൾ ഓരോ ജീനെയും വെക്ടറുമായി കൂട്ടിച്ചേർത്ത് എന്തുണ്ടാക്കണം? RDNA ഉണ്ടാക്കണം. ലിഗേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുന്നു. എന്ത്? ഈ DNA കഷ്ണങ്ങളെ ആരുമായിട്ട്? വെക്ടറുമായിട്ട്. എന്നിട്ടുണ്ടാകുന്ന സാധനത്തെ വിളിക്കുന്ന പേരാ RDNA. എന്നിട്ട് ഈ RDNA ഒരു സെല്ലിലേക്ക് പറഞ്ഞു വിടണം. അതിന്റെ പേരെന്താ? ഹോസ്റ്റ് സെൽ എന്ന മക്കളെ വിളിക്കുക. എന്നിട്ട് ഹോസ്റ്റ് സെല്ലിനെ വളർത്തണം. കൾച്ചറിങ് എന്ന് പറഞ്ഞാൽ വളർത്തുന്നു. ഈ RDNA കയറ്റി വെച്ച ഹോസ്റ്റ് സെല്ലിനെ അതേപടി നമ്മൾ മീഡിയത്തിൽ, ന്യൂട്രിയൻസ് അടങ്ങിയ മീഡിയത്തിൽ കൊണ്ട് വളർത്തണം മക്കളെ. ഈ ന്യൂട്രിയൻസ് അടങ്ങിയ മീഡിയത്തിൽ കൊണ്ട് വളർത്തണം. ആ ന്യൂട്രിയൻസ് ഉള്ള മീഡിയമുള്ള പാത്രത്തിന്റെ പേരാണ് ബയോറിയാക്ടർ എന്ന് നമ്മൾ വിളിക്കുക. അവസാനം ബയോറിയാക്ടർ നമ്മൾ ജീനെ കൊണ്ടിട്ടു. ആ ജീന് അവിടെ കിടന്ന് പ്രവർത്തിക്കും. അപ്പം നമുക്ക് കുറെ ഉൽപ്പന്നങ്ങൾ കിട്ടും. ഇതാണ് മക്കളെ ബയോറിയാക്ടർ. ബയോറിയാക്ടറിൽ കുറെ ന്യൂട്രിയൻസിന്റെ വെള്ളമാ. അപ്പൊ അവിടേക്ക് നമ്മൾ ആരെ ഇറക്കി വെച്ചു? ഹോസ്റ്റ് സെല്ലിനെ ഇറക്കി വെച്ചു. അതിനുള്ളിൽ ആരുണ്ട്? അതിനുള്ളിൽ വെക്ടർ ഉണ്ട്. വെക്ടറുമായിട്ട് നമ്മൾ ആരെ കൂട്ടിച്ചേർത്തു? ജീനിനെ. ഈ ന്യൂട്രിയന്റ് വെള്ളത്തിൽ വളർത്തിയ കാരണം ഈ ജീൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കും. എന്നിട്ട് എന്ത് കിട്ടും? നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ഇൻസുലിന്റെ ജീനാണെങ്കിൽ ഇൻസുലിൻ ആണ് പ്രൊഡക്റ്റ്. ഗ്ലൂക്കോഗോണിന്റെ ജീനാണെങ്കിൽ ഗ്ലൂക്കോഗോൺ ആണ് പ്രൊഡക്റ്റ്. ഇൻസുലിന്റെ ജീനാന്നിരിക്കട്ടെ, അപ്പൊ എന്താ കിട്ടുക? ഇൻസുലിൻ കിട്ടി. അതിപ്പോ എവിടെ ഉണ്ടായേ? ബയോറിയാക്ടറിന്റെ ഉള്ളിലാ. ബയോറിയാക്ടറിൽ നിന്ന് നമ്മൾ ആ ഇൻസുലിനെ വേറൊരു പാത്രത്തിലേക്ക് ശേഖരിക്കും. ശേഖരിക്കുന്നതിന്റെ പേരാണ് എക്സ്ട്രാക്ഷൻ. ബയോറിയാക്ടറിൽ ഉണ്ടായ പ്രൊഡക്റ്റിനെ നമ്മൾ പൈപ്പ് തുറന്നു വിട്ട് വേറൊരു പാത്രത്തിലേക്ക് ശേഖരിക്കും മക്കളെ. അതിന്റെ പേര് എക്സ്ട്രാക്ഷൻ. ഈ എക്സ്ട്രാക്ട് ചെയ്ത സാധനം ഉടനെ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അതിൽ ചിലപ്പോൾ രാസവസ്തുക്കൾ ഉണ്ടെങ്കിലോ, വേസ്റ്റ് ഉണ്ടെങ്കിലോ, അസംസ്കൃത വസ്തു ഉണ്ടെങ്കിലോ, രോഗാണുക്കൾ ഉണ്ടെങ്കിലോ ഇൻസുലിൻ ഉടനെ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വേർതിരിച്ച ഇൻസുലിനെ ശുദ്ധീകരിക്കണം. എക്സ്ട്രാക്ഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. ശുദ്ധീകരിക്കണം. പ്രൊഡക്റ്റിനെ നമ്മൾ വേർതിരിച്ചു ബയോറിയാക്ടറിൽ നിന്ന്, എന്നിട്ട് അതിനെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കുന്നതിൻ്റെ പേരാണ് പ്യൂരിഫിക്കേഷൻ. ഈ പ്രൊഡക്റ്റിനെ വേർതിരിച്ച് ശുദ്ധീകരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ് എന്നാ വിളിക്കുക. DNA പുറത്തെടുത്തു, കഷ്ണങ്ങളാക്കി,
കഷ്ണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട DNA, അതാ ഡിസയർ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള DNA വേർതിരിച്ചു. എന്ത് വെച്ച്? അഗറോസിൽ ഇലക്ട്രോഫോറസിസ്. ഇതിനിടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട് മക്കളെ. ആ സ്റ്റെപ്പാണ് ആ DNA കുറെ കോപ്പികൾ ഉണ്ടാക്കി ബൈ PCR. ഓരോ കോപ്പിയും വെക്ടറുമായി കൂട്ടിച്ചേർത്ത് ആ DNA ആക്കി. ആ DNA ഹോസ്റ്റ് സെല്ലിലേക്ക് പറഞ്ഞു വിട്ടു. ഹോസ്റ്റ് സെല്ലിനെ ബയോറിയാക്ടർ ഇട്ട് വളർത്തി. അപ്പൊ അതിൻ്റെ ഉള്ളിലെ ജീനുകൾ പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചുണ്ടായ സാധനത്തെ വേർതിരിക്കുന്നു. അതാണ് എക്സ്ട്രാക്ഷൻ. വേർതിരിച്ചിട്ട് ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കുന്നതിന്റെ പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്. ഇത് 2 മാർക്കിന് 8 സ്റ്റെപ്പ് എഴുതണം. ഇവിടെ 7 സ്റ്റെപ്പേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ വരുന്നുണ്ട്. ടോട്ടൽ 8 സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ. 8 സ്റ്റെപ്പ് പഠിച്ചു വെക്കണം. വേർതിരിക്കുന്ന മാത്രമല്ല, വേർതിരിച്ച് ശുദ്ധീകരിക്കുന്നതിന്റെ പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്. അടുത്ത മക്കളെ, എന്താണ് സ്പൂളിംഗ് എന്ന് ചോദിക്കാറുണ്ട്. എന്താ സാറേ സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ? പ്രസിപ്പിറ്റേറ്റ് ആയ DNA. പ്രസിപ്പിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഞാൻ പറഞ്ഞ കേട്ടോ. ഈ DNA ഒരു കോശത്തിൽ നിന്ന് DNA പുറത്തേക്ക് എടുക്കും. എങ്ങനെയാണെന്നറിയാമോ? ചുരുണ്ടിട്ടാ കാണുക. ഈ ചുരുണ്ട DNAയിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നറിയാമോ? ചിൽഡ് എഥനോൾ. ചിൽഡ് എന്ന് പറഞ്ഞാൽ തണുത്ത എഥനോൾ ചേർക്കും. അപ്പം അത് നിവരും മക്കളെ. ചുരുണ്ട DNAയിലേക്ക് തണുത്ത എഥനോൾ ചേർക്കും, അത് നിവരും. നിവർന്ന DNA നമ്മൾ ഒരു സ്പൂൺ വെച്ച് വേർതിരിക്കും, സെപ്പറേറ്റ് ചെയ്യും. ഈ സ്പൂൺ വെച്ച് വേർതിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പൂളിംഗ് എന്ന് വിളിക്കുക. ഒരു കോശത്തിൽ നിന്ന് DNA പുറത്തെടുക്കുമ്പോൾ സാറേ ചുരുണ്ടിട്ടാ കാണുക. ഈ ചുരുണ്ട DNA നമ്മൾ തണുത്ത എഥനോൾ ഒഴിച്ച് നേരെയാക്കും. നേരെ ആയ DNA വിളിക്കുന്ന പേരാണ് പ്രസിപ്പിറ്റേറ്റഡ് DNA. നേരെയായ DNA നമ്മൾ എന്താ വിളിക്കുക? പ്രസിപ്പിറ്റേറ്റഡ് DNA എന്നാ വിളിക്കുക. ഈ പ്രസിപ്പിറ്റേറ്റഡ് DNA നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ തോണ്ടിയെടുക്കും പുറത്തേക്ക്. അതിന്റെ പേരാ സ്പൂളിങ്. കണ്ടോ? ഒരു സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ തോണ്ടി കറക്കി എടുക്കും. പ്രസിപ്പിറ്റേറ്റഡ് ആയ DNA പുറത്തേക്ക് എടുക്കും. അതിന്റെ പേരാണ് നമ്മൾ സ്പൂളിങ് എന്ന് വിളിക്കുക. സ്പൂളിങ് എന്ന പേര് തന്നെ ഉണ്ട്. സ്പൂൺ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. സ്പൂൺ വെച്ച് പ്രസിപ്പിറ്റേറ്റഡ് ആയ DNA വേർതിരിക്കുന്നു. അതിനെ നമ്മൾ സ്പൂളിങ് എന്ന് വിളിക്കുക. സെപ്പറേഷൻ, വേർതിരിക്കുന്നു. എന്തിനെ? പ്രസിപ്പിറ്റേറ്റ് ആയ DNA വേർതിരിക്കുന്നു. അങ്ങനെ വേർതിരിക്കണമെങ്കിൽ എന്ത് ചേർക്കണം? തണുത്ത എഥനോൾ ഒഴിച്ചു കൊടുത്ത് പ്രസിപ്പിറ്റേറ്റ് ആയ DNA വേർതിരിക്കുന്നതിന്റെ പേരാണ് സാറേ സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ. നോക്കി വെക്കണം മക്കളെ, നോക്കി വെക്കണം. ഇനി അടുത്ത റെസ്ട്രിക്ഷൻ എൻസൈമുകൾ 2 ടൈപ്പ് ഉണ്ട്. എക്സോന്യൂക്ലിയസ്, എൻഡോന്യൂക്ലിയസ്. DNA അറ്റത്ത് കട്ട് ചെയ്യുന്നവരാണ് ആര്? എക്സോന്യൂക്ലിയസ്. നമ്മൾ ബയോടെക്നോളജിയിൽ ഉപയോഗിക്കാറില്ല. DNA ഉള്ളിലുള്ള പല ഭാഗങ്ങളിലും ഉള്ളിലുള്ള പല പൊസിഷനിലും മുറിക്കുന്നവരാണ് എൻഡോന്യൂക്ലിയസ്. നമ്മൾ ഉപയോഗിക്കുന്ന ആരാ? എൻഡോന്യൂക്ലിയസിനാണ്. ആദ്യത്തെ എൻഡോന്യൂക്ലിയസ് ഏതാ? ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈം എന്നാ ക്വസ്റ്റ്യൻ വരിക. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈം എന്നോ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നോ ക്വസ്റ്റ്യൻ വന്നാൽ അതാര് തന്നെ? ഹിന്ദു 2 ആ മക്കളെ. അടുത്ത എൻസൈമുകൾക്ക് എങ്ങനെ പേര് കൊടുക്കാം? ഒരു എൻസൈം എടുത്താൽ അതിന് ഒരു ഫസ്റ്റ് ലെറ്റർ കാണും, പിന്നെ ഒരു സെക്കൻഡ് ലെറ്ററും ഒരു തേർഡ് ലെറ്ററും കാണും, പിന്നെ ഒരു ഫോർത്ത് ലെറ്റർ കാണും, പിന്നെ ലാസ്റ്റ് ഒരു റോമൻ നമ്പറും കാണും. അപ്പൊ എൻസൈമിന്റെ പേരെന്താ? ഈക്കോ R1 എന്ന മക്കളെ വിളിക്കുക. ഫസ്റ്റ് ലെറ്റർ എന്താണെന്നറിയാമോ? ആ എൻസൈം വേർതിരിച്ച ബാക്ടീരിയന്റെ പേര് എച്ചെരീച്ചിയ കോളൈ RY13 എന്നാ. അതാ ഏത് എൻസൈമും ബാക്ടീരിയ എന്ന വേർതിരിക്കുക. ബാക്ടീരിയന്റെ പേര് നോക്കിയിട്ട് വേണം എൻസൈമുകൾക്ക് പേര് കൊടുക്കാൻ. എച്ചെരീച്ചിയന്റെ ആണ് ആ എൻസൈമിന്റെ ഫസ്റ്റ് നെയിം. എച്ചെരീച്ചിയ എന്ന് പറഞ്ഞാൽ ജീനസ് നെയിമാ. ആ ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് ആ എൻസൈമിന്റെ ഫസ്റ്റ് ലെറ്റർ. പിന്നെ എന്താ? കോളൈ എന്ന് പറഞ്ഞാൽ സ്പീഷീസ് നെയിമാ. അതിന്റെ ആദ്യത്തെ 2 ലെറ്റർ ആണ്, പിന്നുള്ള 2-3 ലെറ്റർ. സ്പീഷീസ് നെയിമിന്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ആണ് എൻസൈമിന്റെ പേരിന്റെ സെക്കൻഡും തേർഡും ലെറ്റർ. ഇനി ഫോർത്ത് ലെറ്റർ എന്താ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ്. ബാക്ടീരിയകൾ കുറെ ടൈപ്പ് ഉണ്ടല്ലോ. ഈ ടൈപ്പിന്റെ പേരെന്താ? RY13, RY12, RY10, RY5 കുറെ ടൈപ്പ് ഉണ്ട്. RY13 ആണ് ബാക്ടീരിയന്റെ ടൈപ്പ്. ആ ടൈപ്പിന്റെ ആദ്യത്തെ ലെറ്റർ എടുക്കണം. R എന്ന് എടുത്തു സാർ. ഇതാണ് ഫോർത്ത് ലെറ്റർ. ലാസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം എന്നറിയാമോ? റോമൻ നമ്പറാ. റോമൻ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ റോമൻ നമ്പർ ആയിരിക്കണം. ആ റോമൻ നമ്പർ എന്താ സൂചിപ്പിക്കുന്നത്? ഓർഡർ ഓഫ് ഐസൊലേഷൻ. എച്ചെരീച്ചിയ കോളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയന്റെ ഉള്ളിൽ കുറെ എൻസൈം ഉണ്ട്. ആ ബാക്ടീരിയനുള്ളിൽ നിന്ന് എത്രാമത് വേർതിരിച്ച എൻസൈം ആണെന്ന് സൂചിപ്പിക്കാനാണ് ലാസ്റ്റ് റോമൻ ലെറ്റർ. ഈക്കോ R1 എന്താ സൂചിപ്പിക്കുക? എച്ചെരീച്ചിയ കോളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്ന് ആദ്യമായി വേർതിരിച്ച എൻസൈം ആണ് ഈക്കോ R1. ഹിന്ദു 2 എന്താ? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്ന് രണ്ടാമത് വേർതിരിച്ച എൻസൈം ആണ് ഹിന്ദു 2.
PVU2 അതിൻ്റെ അർത്ഥം എന്താ? PV എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്ന് രണ്ടാമത് വേർതിരിച്ച എൻസൈമാണ് PVU2. ലാസ്റ്റ് വാക്ക് ഉദ്ദേശിക്കുന്നത് എന്താ? ലാസ്റ്റ് റോമൻ നമ്പർ ഉദ്ദേശിക്കുന്നത് ആ ബാക്ടീരിയയിൽ നിന്ന് എത്രാമത് വേർതിരിച്ച എൻസൈമാണ്. ഒരു ബാക്ടീരിയൻ്റെ ഉള്ളിൽ ഒരു എൻസൈം അല്ല, കുറേ എൻസൈം കിട്ടും. ഓക്കെ മക്കളെ, ഇതാണ് അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. നിങ്ങൾക്ക് NCERT തുറന്നാൽ ഇതേപോലെ ഒരു പാത്രം കാണാം. ഇവിടെ വെല്ലുണ്ടാകും. വെല്ലിൻ്റെ ഉള്ളിൽ നമ്മൾ കഷ്ണങ്ങൾ നിറയ്ക്കും. ഇവിടെ കാതോട് നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ പോസിറ്റീവ് ആനോഡ്, ഇത് കാതോട്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താ പറ്റുക സാറേ? DNA കഷ്ണങ്ങൾ ഈ മീഡിയത്തിലൂടെ ചെതറിക്കിടക്കും. DNA കഷ്ണങ്ങൾ മീഡിയത്തിലൂടെ ചെതറിക്കിടക്കും. ചെറിയ കഷ്ണങ്ങളാണ് മുമ്പിൽ കാണുക. ആനോഡിൻ്റെ അടുത്തേക്ക് ആ കഷ്ണങ്ങൾ പോവുക. ആനോഡ് പോസിറ്റീവാ, DNAകൾ നെഗറ്റീവ് ആണല്ലോ, അപ്പം അങ്ങോട്ടാണ് പോവുക. വലിയ കഷ്ണങ്ങളാണ് മക്കളെ ബാക്കിൽ കാണുക. ഈ മീഡിയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇതെന്താ? അഗ്രോസ് ഇലക്ട്രോഫോറസിസിന്റെ പണി എന്താ? കുറേ കഷ്ണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ജീനെ മാത്രം വേർതിരിക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ഡിസേബിൾ ജീനെ മാത്രം വേർതിരിക്കാൻ സഹായിക്കുന്നു. ബാക്കി ജീനൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു ജീൻ മാത്രമേ ആവശ്യമുള്ളൂ. ആ ജീനെ മാത്രം വേർതിരിക്കാൻ സഹായിക്കുന്നു. അതാണ് അഗ്രോസ് ഇലക്ട്രോഫോറസിസ്. ഈ ചിത്രം തന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മക്കളെ, ഇതെന്താണ് അഗറോസ് ഇലക്ട്രോഫോറസിസ്? ഇവിടുത്തെ മീഡിയം എന്താ? അഗറോസ് ജെല്ലാണ്. DNA കഷ്ണങ്ങൾ ഇവിടെ ചെതറിക്കിടക്കായിരിക്കും, നമുക്ക് വേഗം കാണാൻ പറ്റില്ല. അഗറോസ് പാത്രത്തിലെ ചെതറിക്കിടക്കുന്ന DNA കഷ്ണങ്ങളെ നമുക്ക് വേഗം കാണാൻ പറ്റില്ല. കാണണമെങ്കിൽ ആ മീഡിയത്തിലേക്ക് സ്റ്റെയിൻ ചെയ്യണം, ഒരു കളർ ചേർത്ത് കൊടുക്കണം ആ മീഡിയത്തിലേക്ക്. ആ ചേർത്ത് കൊടുക്കുന്ന കളറിന്റെ പേരാ എഥിഡിയം ബ്രോമൈഡ്. ഈ അഗ്രോസ് മീഡിയത്തിൽ ചെതറിക്കിടക്കുന്ന DNA കഷ്ണങ്ങളെ എങ്ങനെ കാണാം? കാണണമെങ്കിൽ ആ മീഡിയത്തിലേക്ക് ഒരു കളർ ചേർത്ത് കൊടുക്കണം. ചേർക്കുന്നതിന് വിളിക്കുന്ന പേരാ സ്റ്റെയിൻ. സ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നു. ഏതാ കളർ? എഥിഡിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞ കളർ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് എന്തടിക്കുക? UV ലൈറ്റ് അടിച്ചു കൊടുക്കുന്നു. അടിച്ചു കൊടുക്കുന്നതിനെ എക്സ്പോസർ എന്ന് വിളിക്കുക. എഥിഡിയം ബ്രോമൈഡ് ചേർക്കുന്നതിനെ സ്റ്റെയിനിങ് എന്നാ വിളിക്കുക. UV ലൈറ്റ് അടിക്കുന്നതിനെ എക്സ്പോസിങ് എന്നാ വിളിക്കുക. ഈ 2 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാലേ ആ മീഡിയത്തിൽ DNA കഷ്ണങ്ങൾ കാണാൻ പറ്റൂ. ചോദിക്കും അഗറോസ് പാത്രത്തിലെ DNA കഷ്ണങ്ങൾ എങ്ങനെ കാണാം സാറേ? UV ലൈറ്റ് അടിക്കുക, അല്ല എഥിഡിയം ബ്രോമൈഡ് ചേർക്കുക, UV ലൈറ്റ് അടിക്കുക. ഇതൊക്കെ അടിച്ചാലും ആ കഷ്ണങ്ങൾ ഏത് കളറിലാണ് കാണുക? ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കാണും. ഇതാണ് അഗറോസ് മീഡിയം എന്നിരിക്കട്ടെ. ആദ്യം ഈ കഷ്ണങ്ങളൊക്കെ കാണാൻ പാടായിരുന്നു. എഥിഡിയം ബ്രോമൈഡ് UV ലൈറ്റ് ഒക്കെ അടിച്ചു കൊടുത്തപ്പോഴോ ഈ കഷ്ണങ്ങളൊക്കെ നല്ല ഓറഞ്ച് കളറിൽ കാണാൻ പറ്റി. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീൻ ഏതാണോ അതിന് വേർതിരിക്കാം. ആ മീഡിയത്തിൽ നിങ്ങൾക്ക് വേർതിരിക്കാം. നിങ്ങളുടെ ജീൻ ഏതാന്ന് മനസ്സിലായി കഴിഞ്ഞ് ആ ജീനിനെ അഗറോസ് പാത്രത്തിൽ നിന്ന്, അഗറോസ് മീഡിയത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എലൂഷൻ. എന്താ എലൂഷൻ? അഗ്രോസ് പാത്രത്തിൽ കുറേ കഷ്ണങ്ങൾ ചെതറിക്കിടക്കുക. ഈ എല്ലാ കഷ്ണങ്ങളും നമുക്ക് വേണ്ട. നമുക്ക് ഇൻസുലിൻ ഉണ്ടാക്കേണ്ട ഇൻസുലിൻ ജീൻ മതി. അല്ലാതെ മുടി വളരുന്ന ജീന്, കാല് വെക്കുന്ന ജീന്, സ്കിന്നിന് കളർ കൊടുക്കുന്ന ജീൻ, അതൊന്നും നമുക്ക് വേണ്ട. കുറേ ജീനുകളുണ്ട്. ഈ ജീനുകളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇൻസുലിൻ്റെ ജീൻ മാത്രം മതി. അതാ നമുക്ക് ഇഷ്ടമുള്ള ജീൻ, അതാ നമ്മുടെ ഡിസൈറബിൾ ജീൻ. ആ ജീനെ മാത്രം ആ പാത്രത്തിൽ നിന്ന് വേർതിരിക്കും. ആ വേർതിരിക്കുന്നതിൻ്റെ പേരാണ് എലൂഷൻ എന്നാ വിളിക്കുക. അഗറോസ് പാത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീനെ വേർതിരിക്കുന്നതിൻ്റെ പേരാ സാറേ എലൂഷൻ എന്ന് പറഞ്ഞാൽ. അടുത്ത ഇതാണ് PCR-ലെ 3 സ്റ്റെപ്പുകൾ എന്താ ചോദിക്കും. ഡിനാച്ചുറേഷൻ, അനലിംഗ്, എക്സ്റ്റൻഷൻ. ഡിനാച്ചുറേഷൻ, അനലിംഗ്, എക്സ്റ്റൻഷൻ ഓർത്ത് വെക്കണം. ഈ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഒരു എൻസൈം ഉപയോഗിക്കുന്നുണ്ട്. ആ എൻസൈമിന്റെ പേര് ഓർത്ത് വെക്കും, ടാക് പോളിമറൈസ്. എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? ടാക് പോളിമറൈസ് എന്നാ വിളിക്കുക. ഈ എൻസൈം വേർതിരിച്ചത് ഒരു ബാക്ടീരിയ എന്നാ മക്കളെ. ആ ബാക്ടീരിയയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, തെർമസ് അക്വാട്ടിക്കസ്. PCR-ൽ ഉപയോഗിക്കുന്ന ടാക് പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈം ഏത് ബാക്ടീരിയയിൽ നിന്ന് വേർതിരിച്ചതാ? തെർമസ് അക്വാട്ടിക്കസ്. ഈ എൻസൈമിന്റെ പ്രത്യേകത എന്താ? തെർമോസ്റ്റേബിൾ ആണ്. എത്ര ടെമ്പറേച്ചർ കൊടുത്താലും ഒന്നും പറ്റാത്ത എൻസൈം. സാധാരണ ടെമ്പറേച്ചർ ഒരുപാട് കൊടുത്താൽ എൻസൈം ചത്തുപോകും, നശിക്കും. പക്ഷെ ചില എൻസൈമുകളുണ്ട് എത്ര ടെമ്പറേച്ചർ കൊടുത്താലും നശിക്കില്ല. അങ്ങുള്ള എൻസൈമുകളാണ് തെർമോസ്റ്റേബിൾ എൻസൈം. ടെമ്പറേച്ചർ കൊടുത്താലും സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന എൻസൈം. എക്സാമ്പിൾ ടാക് പോളിമറൈസ്. ഇതാണ് ഡിനാച്ചുറേഷൻ. DNA ഡിസേബിൾ ജീനെ കട്ട് ചെയ്ത് 2 കഷ്ണങ്ങളാക്കുന്നു. അനലിംഗിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൈമർ 3' എൻഡിൽ അറ്റാച്ച് ചെയ്യുന്നു. എസെൻഷ്യലിലെ ടാക് പോളിമറൈസ് അത് വലിച്ചു നീട്ടി 2 കഷ്ണങ്ങളാക്കുന്നു.
ഓക്കെ, ഇതാണ് മക്കളെ PBR322 ചിത്രമാണ് കേട്ടോ. PBR322 ഡയഗ്രാം അടയാളപ്പെടുത്താൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതാരുടെ ഡയഗ്രാം? PBR322. ഈ ജീൻ്റെ പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഈ ജീൻ്റെ പേരാണ് ROP ജീൻ. ROP ജീൻ്റെ പ്രത്യേകത എന്താ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ്റെ ഈ ജീൻ്റെ പ്രത്യേകത എന്താ? ഇവിടുന്നാണ് പ്ലാസ്മിഡിൻ്റെ റെപ്ലിക്കേഷൻ തുടങ്ങുക. ഈ പോയിന്റ്, ഈ ജീനിൻ്റെ അവിടെ നിന്നാണ് റെപ്ലിക്കേഷൻ തുടങ്ങുക. എന്താ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു പ്ലാസ്മിഡ് മുറിഞ്ഞ് 2 പ്ലാസ്മിഡ് ആകും. 2 പ്ലാസ്മിഡ് മുറിഞ്ഞ് 4 പ്ലാസ്മിഡ് ആകും. ഇങ്ങനെ എണ്ണം കൂടുന്നതിനെ റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുക. എവിടെ നിന്നാണോ ഈ പ്ലാസ്മിഡ് റെപ്ലിക്കേഷൻ തുടങ്ങുക, ആ സൈറ്റിൻ്റെ പേരാണ് ORI, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുക. ഇവിടെ വേറൊരു ജീനുകളുണ്ട്, അതിൻ്റെ പേരാ ROP ജീൻ. ROP ജീൻ്റെ പ്രത്യേകത എന്താ അറിയാമോ? പ്രൊഡ്യൂസ് പ്രോട്ടീൻ ഫോർ റെപ്ലിക്കേഷൻ. ഈ റെപ്ലിക്കേഷൻ തുടങ്ങുന്ന സൈറ്റിന്റെ പേരെന്താ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനാ. പക്ഷെ ഇങ്ങനെ റെപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനാണ് ROP ജീൻ. ROP ജീൻ്റെ പണി എന്താ? റെപ്ലിക്കേഷന് വേണ്ടിയുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സൈറ്റ്, അതാണ് ROP ജീൻ. ഇതിൽ 2 സെലക്ടബിൾ മാർക്കർ ഉണ്ട്. ഒന്ന് ഇതാണ് ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീന്, രണ്ടാമത്തെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീന്. ഇവിടാണ് PVU12 എന്ന് പറഞ്ഞ എൻസൈം മുറിക്കുക, ഇവിടാണ് SAL1 മുറിക്കുക, ഇവിടെ BAMH1 മുറിക്കുക, ഇവിടെ IND3, CLA1, EcoR1, ഇങ്ങനെ കുറേ എൻസൈമുകൾക്ക് മുറിക്കാൻ പറ്റും. അപ്പം എന്തൊക്കെയാണ് വെക്ടറിൻ്റെ പ്രോപ്പർട്ടീസ്? ഒരു വെക്ടറിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ സാറേ? ഒരു വെക്ടറിന് വേണ്ട പ്രോപ്പർട്ടി: 1 ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം, 2 സെലക്ടബിൾ മാർക്കർ വേണം. അതിൽ എക്സാമ്പിൾ എന്താ? ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ, 2 ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ. 3 എന്താ? എൻസൈമുകൾക്ക് മുറിക്കാൻ പറ്റുന്ന സൈറ്റുകൾ വേണം. എൻസൈമുകൾ മുറിക്കുന്ന സൈറ്റിന്റെ പേരാണ് ക്ലോണിംഗ് സൈറ്റുകൾ വേണം. ഇത് 3 ഉണ്ടെങ്കിലേ ഒരു സാധനം വെക്ടർ ആകുള്ളൂ. പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ ചോദിക്കും. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം, ചില സ്പെഷ്യൽ ജീൻ വേണം, ആ ജീൻ്റെ പേരാ സെലക്ടബിൾ മാർക്കർ. പിന്നെ എൻസൈമുകൾക്ക് മുറിക്കാൻ പറ്റുന്ന ചില സ്ഥലങ്ങൾ വേണം, അതിൻ്റെ പേര് ക്ലോണിംഗ് സൈറ്റ്, അല്ലെങ്കിൽ റെക്കഗ്നിഷൻ സൈറ്റ്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സൈറ്റ്, പല പേരുണ്ട് കേട്ടോ. ഓക്കെ, വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെല്ലിലേക്ക് നമുക്ക് ചുമ്മാതെ ജീനെ കൊണ്ടിടാൻ പറ്റില്ല സാറേ. ഒരു സെല്ലിലേക്ക് ജീൻ ഇടണമെങ്കിൽ അതിനെ ആദ്യം വെക്ടറുമായി കൂട്ടിച്ചേർത്തിട്ട് വേണം കൊണ്ടിടാൻ. വെക്ടർ ഏതൊക്കെയാ സാർ? വെക്ടർ പ്ലാസ്മിഡ് വെക്ടറാണ്, ബാക്ടീരിയോഫേജ് വെക്ടറാണ്, റിട്രോ വൈറസുകളും വെക്ടറാണ്. പ്ലാസ്മിഡ് കോമൺ ആയിട്ടുള്ളത് 2 ആണ്. ഒന്ന് PBR322, 2 TI പ്ലാസ്മിഡ്, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്, ട്യൂമർ ഉണ്ടാക്കുന്ന പ്ലാസ്മിഡ്. PBR322 എന്ന് പറഞ്ഞാൽ പ്ലാസ്മിഡാ, TIയും പ്ലാസ്മിഡാ. ഈ പ്ലാസ്മിഡിനെ എവിടുന്ന വേർതിരിച്ച്? ഈക്കോളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്നാ. TI പ്ലാസ്മിഡ്, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് ഏത് ബാക്ടീരിയ വേർതിരിച്ച്? അഗ്രോ ബാക്ടീരിയത്തിൽ നിന്നാ. ഈക്കോളയിൽ നിന്ന് കിട്ടിയ പ്ലാസ്മിഡ് ആണ് PBR322. അഗ്രോ ബാക്ടീരിയം എന്ന് പറയുന്ന ബാക്ടീരിയ നിന്ന് കിട്ടിയതാണ് ആര്? ഏത് പ്ലാസ്മിഡ്? TI പ്ലാസ്മിഡ്. എടാ, ഒരു ഹോസ്റ്റ് സെല്ല് ചുമ്മാതെ ആ DNA വാങ്ങിക്കില്ല. ഹോസ്റ്റ് സെല്ല് ചുമ്മാതെ ആ DNA വാങ്ങിക്കില്ല. കാരണം എന്താ അറിയാമോ? ഈ RDNA നെഗറ്റീവ് ചാർജാ. ആ RDNA കയറിപ്പോണ്ട സെൽ മെമ്മറൈനും നെഗറ്റീവ് ചാർജാ. ഈ RDNA കടന്നു പോകേണ്ടത് ഏതിൻ്റെ ഉള്ളിൽ കൂടാ? സെൽ മെമ്മറൈൻ്റെ ഉള്ളിൽ കൂടാ. ഈ സെൽ മെമ്മറൈന് നെഗറ്റീവ് ചാർജാ, RDNA നെഗറ്റീവ് ചാർജാ. അപ്പൊ 2 പേർക്ക് ഇങ്ങനെ കയറിപ്പോകാൻ പാടാ, 2 നെഗറ്റീവ് ചാർജ് അല്ലേ. ഹോസ്റ്റ് സെല്ല് അപ്പോൾ ഉടനെ RDNA വാങ്ങിക്കില്ല. ഹോസ്റ്റ് സെല്ല് ഉടനെ RDNA വാങ്ങിക്കില്ല. ഹോസ്റ്റ് സെല്ല് RDNA വാങ്ങിക്കണമെങ്കിൽ ഹോസ്റ്റ് സെല്ലിന് നമ്മൾ ചില മന്ത്രവും തന്ത്രവും മായാജാലങ്ങളൊക്കെ ചെയ്യണം. ഹോസ്റ്റ് സെല്ല് ഉടനെ RDNA വാങ്ങിക്കില്ല. RDNA വാങ്ങിക്കണമെങ്കിൽ ചില മന്ത്രവും തന്ത്രവും മായാജാലമൊക്കെ ചെയ്യണം. എങ്കിലേ ഹോസ്റ്റ് സെൽ RDNA വാങ്ങിക്കുള്ളൂ. അതിനാദ്യം ഹോസ്റ്റ് സെല്ലിനെ ചില അയോൺ കൊണ്ട് പ്രവർത്തിപ്പിക്കണം. പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ പേരാ ട്രീറ്റ് ചെയ്യുക. ഈ ഹോസ്റ്റ് സെല്ലിനെ ചില അയോൺ കൊണ്ട് പ്രവർത്തിപ്പിക്കണം. അത് കാൽസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം പോലുള്ള അയോൺ മതി. കാൽസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം പോലുള്ള അയോൺ വെച്ച് സെല്ലുകളെ പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ട്രീറ്റ് ആര്? ട്രീറ്റ് സെൽ വിത്ത് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം അയോൺ. ഏത് സെല്ല്? ഹോസ്റ്റ് സെല്ല്. ഹോസ്റ്റ് സെൽ എടുക്കുന്നു, കാൽസ്യം അയോൺ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. എന്നിട്ട് സെല്ലിനെ നേരെ ഐസെൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു, വെക്കുന്നു. മൂന്നാമത്തെ,
നേരെ ആ ഐസിൽ നിന്ന് എടുത്ത് നേരെ ഇവിടെ കൊണ്ടുവെക്കുന്നു, ചൂടത്ത് കൊണ്ടുവെക്കുന്നു. എത്ര ഡിഗ്രി ആണെന്നറിയാമോ? 42 ഡിഗ്രി സെൽഷ്യസ്. 42 ഡിഗ്രി ചൂടത്ത് വെക്കുന്നതിൻ്റെ പേരാണ്, ആ സ്റ്റേജിൻ്റെ പേരാണ് ഹീറ്റ് ഷോക്ക് എന്നാ വിളിക്കുക. ലാസ്റ്റ് വീണ്ടും ഐസിൽ കൊണ്ടുവച്ചാൽ മതി. കാൽസ്യം കൊണ്ട് പ്രവർത്തിപ്പിച്ചു, ഐസ്, ചൂട്, ഐസ്. ഈ 4 സ്റ്റെപ്പും ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്റ്റ് സെല്ല് ആരെ വാങ്ങിക്കോളും മക്കളെ? RDNA വാങ്ങിക്കോളും. RDNA ആദ്യം വാങ്ങിക്കുമോ? ഇല്ല. വാങ്ങിപ്പിക്കണമെങ്കിൽ ഈ 4 സ്റ്റേജിലൂടെ കടന്നു പോകണം. ഈ 4 സ്റ്റേജിൽ കൂടെ കടന്നു പോയാലേ ഹോസ്റ്റ് സെല്ല് RDNA വാങ്ങിക്കുള്ളൂ. എപ്പോഴാണോ ഹോസ്റ്റ് സെല്ല് RDNA വാങ്ങിക്കാൻ തയ്യാറാകുക, അപ്പം ഹോസ്റ്റ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് കോമ്പിറ്റന്റ് സെൽ. എപ്പോഴാണോ ഹോസ്റ്റ് സെൽ RDNA വാങ്ങിക്കാൻ തയ്യാറാകുക, അപ്പം വിളിക്കുന്ന പേരാണ് കോമ്പിറ്റന്റ് സെൽ. മക്കൾ, ഇത് പരീക്ഷയ്ക്ക് എങ്ങനെ വരിക എന്നറിയാമോ? കോമ്പിറ്റന്റ് സെൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? കോമ്പിറ്റന്റ് സെൽ പ്രിപ്പറേഷൻ്റെ സ്റ്റെപ്പുകൾ എഴുതൂ എന്നാ പറയാ. കോമ്പിറ്റന്റ് സെൽ പ്രിപ്പറേഷൻ്റെ സ്റ്റെപ്പുകൾ എഴുതാൻ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. മക്കളെ, നോക്കി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അടുത്ത് നോക്ക്. ഹോസ്റ്റ് സെല്ല് 2 ഉണ്ട്. ഒന്ന് നോൺ ട്രാൻസ്ഫോമൻസ്, 2 ട്രാൻസ്ഫോമൻസ്. ചില ഹോസ്റ്റ് സെല്ല് ഒന്നും കയറാത്ത സെല്ലുകളാണ് നോൺ ട്രാൻസ്ഫോമൻസ്. എന്തെങ്കിലുമൊക്കെ കയറിയ സെല്ലുകളാണ് ട്രാൻസ്ഫോമൻസ്. ഇനി കയറിയത് വെറും വെക്റ്റർ ആണെന്നിരിക്കട്ടെ, വെക്റ്റർ കയറിയ ആ ട്രാൻസ്ഫോമൻറ്റ് സെല്ലുകളെ വിളിക്കുന്ന പേരാ നോൺ റീകോമിനന്റ് സെൽ. ഇനി ട്രാൻസ്ഫോമൻറ്റ് സെല്ലിൽ കയറിയത് RDNA ആണെന്നിരിക്കട്ടെ, RDNA കയറിയ സെല്ലുകളാണ് റീകോമിനന്റ് സെൽ. സാറേ, സെല്ലുകളെ 2ആയി തിരിക്കാം. ഒന്ന് നോൺ ട്രാൻസ്ഫോമൻസ്, ഒന്ന് ട്രാൻസ്ഫോമൻസ്. ഒന്നും കയറാത്തവനാ നോൺ ട്രാൻസ്ഫോമൻസ്, നമുക്ക് ആവശ്യമില്ല. എന്തെങ്കിലും, അത് വെക്റ്ററാണ് RDNA, എന്തെങ്കിലും കയറിയവനാണ് ട്രാൻസ്ഫോമൻസ് എന്ന് പറഞ്ഞാൽ. കയറിയത് വെക്റ്റർ ആണെങ്കിൽ അത് നോൺ ട്രാൻസ്ഫോമൻസ്, കയറിയത് RDNA ആണെങ്കിൽ ട്രാൻസ്ഫോമൻസ്. ഹോസ്റ്റ് സെല്ലിൽ നോൺ ട്രാൻസ്ഫോമൻസ്, ട്രാൻസ്ഫോമൻസ് എന്ന് പറഞ്ഞ് തരംതിരിക്കാം. നമുക്ക് നോൺ ട്രാൻസ്ഫോമൻസ് ആവശ്യമില്ല, നമുക്ക് ട്രാൻസ്ഫോമൻസ് ആണ് വേണ്ടത്. ഇവരെ തമ്മിൽ വേർതിരിക്കുന്ന സെലക്റ്റബിൾ മാർക്കറാണ് ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീന്. നോൺ ട്രാൻസ്ഫോമൻസിനെ ഒഴിവാക്കും, ട്രാൻസ്ഫോമൻസിനെ സെലക്ട് ചെയ്ത് തരും. അതാ ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ്റെ പണി. ട്രാൻസ്ഫോമൻസിനെ 2ആക്കാം. വെക്റ്റർ കയറിയവൻ നോൺ റീകോമിനന്റ്, RDNA കയറിയവൻ റീകോമിനന്റ്. നമുക്ക് നോൺ റീകോമിനന്റിന് ആവശ്യമില്ല, നമുക്ക് റീകോമിനന്റിന് ആവശ്യമുള്ളൂ. നോൺ റീകോമിനന്റിനെ ഒഴിവാക്കി റീകോമിനൻസിനെ മാത്രം സെലക്ട് ചെയ്ത് തരുന്ന സെലക്റ്റബിൾ മാർക്കറാണ് ഇത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീന്. നോൺ ട്രാൻസ്ഫോമൻസിനെയും ട്രാൻസ്ഫോമൻസിനെ തമ്മിൽ വേർതിരിക്കുന്നത് ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീന്. നോൺ റീകോമിനന്റിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീന്. അപ്പം നോക്ക് സാർ, നോൺ റീകോമിനന്റിനെയും റീകോമിനും തമ്മിൽ എങ്ങനെ വേർതിരിക്കാം? ഒന്നെങ്കിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഉപയോഗിക്കാം. കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ്റെ പേരാണ് ലാക്സെഡ് ജീൻ. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കളർ ഉണ്ടാക്കുന്ന ലാക്സെഡ് പോലുള്ള ജീൻ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് നോൺ റീകോമിനന്റിനെയും റീകോമിനും തമ്മിൽ വേർതിരിക്കാൻ പറ്റും. ബ്ലൂ കളർ ഉള്ളതാണെങ്കിൽ അത് നോൺ റീകോമിനന്റ്, വൈറ്റ് കളറുള്ള ആൾക്കാരാണെങ്കിൽ അത് റീകോമിനന്റ്. ചില സെല്ലുകൾ ബ്ലൂ കളർ ഉണ്ടാക്കുന്നു, അവർ നോൺ റീകോമിനന്റ് സെല്ലുകളാണ്. ചില സെല്ലുകൾ വൈറ്റ് കളറാണ് ഉണ്ടാക്കുക, ആ സെല്ലുകൾ റീകോമിനന്റ് സെല്ലുകളാണ്. മാറിപ്പോല് വൈറ്റ് സമാധാനം, റീകോമിനന്റ്. ബ്ലൂ നമുക്ക് വേണ്ടാത്തതാ, നോൺ റീകോമിനന്റ്. ഇത് ബയോറിയാക്ടറിൻ്റെ ചിത്രമാ മക്കളെ. ബയോറിയാക്ടറിൻ്റെ ചിത്രം അടയാളപ്പെടുത്താൻ ചോദിക്കും. ഫോം ബ്രേക്കർ, ഫ്ലാറ്റ് ബ്ലേഡ് റിമ്പല്ലർ, ഇവിടെയാണ് ആസിഡ് ബേസ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം. ഇതുവഴിയാണ് പുക വരിക, സ്റ്റീം. ഇതാണ് അതിൻ്റെ മോട്ടർ. ഇത് കൾച്ചർ, ഇത് പതയാണ് കേട്ടോ, പത. ഇതുവഴിയാണ് എയർ കടത്തിവിടുക, സ്റ്റെറൈൽ എയർ. ഇത് കണ്ടിട്ട് എന്താന്ന് ചോദിക്കും, ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കും. ബയോറിയാക്ടറിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നറിയാമോ? 100 ലിറ്റർ മുതൽ 1000 ലിറ്റർ വരെയാ. ബയോറിയാക്ടറിൻ്റെ കപ്പാസിറ്റി 100 ലിറ്റർ മുതൽ 1000 ലിറ്റർ വരെയാ മക്കളെ, ലിറ്റർ വരെയാണ്. അടുത്തത് എന്താണ് ഡൗൺ സ്ട്രീം പ്രോസസ്? ഞാൻ പഠിപ്പിച്ചതാ. ബയോറിയാക്ടറിൽ ഉണ്ടായി കിടക്കുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ വേർതിരിക്കും, അതിൻ്റെ പേര് എക്സ്ട്രാക്ഷൻ. എന്നിട്ട് ശുദ്ധീകരിക്കും. ആരെ? പ്രൊഡക്റ്റിനെ വേർതിരിച്ച് ശുദ്ധീകരിക്കുന്നതിൻ്റെ പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്. എന്നിട്ട് അതിൽ ഈ 2 സ്റ്റെപ്പ് മാത്രമല്ല കേട്ടോ, വേറെയും പല സ്റ്റെപ്പുകളും ഡൗൺ സ്ട്രീം പ്രോസസ്സിൽ വരുന്നുണ്ട്. ഒന്ന് എന്താ? വേർതിരിക്കുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ശുദ്ധീകരിക്കുന്നു. അടുത്തത് ശുദ്ധീകരിച്ച് ചിലപ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വന്നു, പക്ഷെ എന്താ, കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുമോ? വേർതിരിച്ചു ശുദ്ധീകരിച്ചു. വേഗം അഴുക്കാകാൻ പാടില്ല. വേഗം അഴുക്കാകാതിരിക്കാൻ നമ്മൾ അതിലേക്കൊരു രാസവസ്തുക്കൾ ചേർക്കണം, അതിൻ്റെ പേരാ പ്രിസർവേറ്റീവ്. വേർതിരിച്ചു, സെപ്പറേറ്റ് ചെയ്തു, ശുദ്ധീകരിച്ചു, കുറേ നാൾ നിലനിൽക്കാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു?
എന്നിട്ട് ഈ കുറേ നാള് സൂക്ഷിച്ച ഈ സാധനത്തെ പല രോഗികൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. ചില രോഗികൾ അലർജി വരുന്നുണ്ടോ, ശ്വാസം മുട്ടൽ വരുന്നുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ, അത് നോക്കും. അതാണ് ക്ലിനിക്കൽ ട്രയൽ എന്നാ വിളിക്കുക. രോഗികളിൽ നമ്മൾ പരീക്ഷിക്കും. അതിൻ്റെ പേരാ ക്ലിനിക്കൽ ട്രയൽ. ക്ലിനിക്കൽ ട്രയൽ ചെയ്തു, എന്നിട്ട് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് നടത്തി. അതിൻ്റെ ക്വാളിറ്റി നമ്മൾ വിലയിരുത്തി, വേർതിരിച്ചു, ശുദ്ധീകരിച്ചു. ഒരുപാട് നാൾ അഴുക്കാകാതിരിക്കാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു. എന്നിട്ട് രോഗികളിൽ അപ്ലൈ ചെയ്തു ക്ലിനിക്കൽ ട്രയൽ. രോഗികൾ അപ്ലൈ ചെയ്തപ്പോൾ പലർക്കും പല പ്രശ്നങ്ങളും കണ്ടു. അതിൻ്റെ അർത്ഥം എന്താ? അതിന് ക്വാളിറ്റി പോരാന്നാ. അപ്പോൾ വീണ്ടും എടുത്ത് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തു. അതിൻ്റെ പേരാ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. നോക്കി വെക്കണം. ഇത്രയും സ്റ്റെപ്പുകളാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിലുള്ളത്. വേർതിരിക്കുക, ശുദ്ധീകരിക്കുക, ഇത് രണ്ടും പറഞ്ഞാലും മതി. എന്നാലും ബാക്കി 3 സ്റ്റെപ്പുകളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ആന്ത്രൻ്റെ ലെയറുകൾ ഏതൊക്കെ മക്കളെ? ആന്ത്രൻ്റെ ലെയറുകൾ അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ലെയറുകൾ എന്നും പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഏതൊക്കെയാ സാറേ? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം. എപ്പി, എന്തോ, മിഡിൽ, ടപ്പി. എപ്പി, എന്തോ, മിഡിൽ, ടപ്പി എന്ന് ഓർത്താൽ മതി. ഏറ്റവും പുറത്തെ ലെയർ എപ്പിഡെർമിസ്, ഏറ്റവും ഉള്ളിലത്തെ ടപ്പീറ്റം. ഈ 3 ലെയറിൻ്റെ പണി എന്താ? ആന്തറിനെ സംരക്ഷിക്കുന്നു, ആന്തറിനെ പൊട്ടിക്കുന്നു. ആന്തർ പൊട്ടുന്നതിൻ്റെ പേരാ ഡെഗിസെൻസ്. ആന്തറിനെ സംരക്ഷിക്കുന്നു. ആന്തർ എപ്പോഴാണോ ഡ്രൈ ആകുക അപ്പം ആന്തറിനെ പൊട്ടിക്കുന്നു മക്കളെ. ടപ്പീറ്റത്തിന്റെ പണിയാ ആന്തറിന്റെ ഉള്ളിൽ വളരുന്ന പോളൻ ഗ്രെയിൻസിനെ ഫുഡ് കൊടുക്കുക. പോളൻ ഗ്രെയിൻസ്, വളർന്നു വരുന്ന പോളൻ ഗ്രെയിൻസിനെ ഫുഡ് കൊടുക്കുക. നറിഷ് എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുക്കുക. ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ, വളർന്നു വരുന്ന പോളൻ ഗ്രെയിനെ ഫുഡ് കൊടുക്കുന്നു. അടുത്ത സാർ, എങ്ങനെ പോളൻ ഗ്രെയിൻ ഉണ്ടാകുക? ചോദ്യം കേട്ടോണം. എങ്ങനെയാണ് പോളൻ ഗ്രെയിൻ ഉണ്ടാകുക? സാർ, ചില കോശങ്ങളുണ്ട്, അതിൻ്റെ പേര് പോളൻ മദർ സെല്ലുകളാ. ഈ എല്ലാ ആന്തറിൻ്റെ ഉള്ളിൽ കുറേ പോളൻ മദർ സെല്ലുണ്ട്. ആന്തറിൻ്റെ ഉള്ളിലല്ലേ പോളൻ ഗ്രെയിൻ ഉണ്ടാകുക. ഈ പോളൻ മദർ സെല്ലുകൾ മിയോസിസിന് പോകും. ഓരോ പോളൻ മദർ സെല്ലുകളും മിയോസിസിന് പോകും. എന്നിട്ട് 4 മൈക്രോസ്പോറുകൾ ഉണ്ടാകും. ഒരു സെല്ല് മിയോസിസിന് പോയ 4ആയിട്ടല്ലേ മാറുക. ആ ആന്തറിൻ്റെ ഉള്ളിൽ എത്ര പോളൻ മദർ സെല്ലുണ്ടോ അതൊക്കെ മിയോസിസിന് പോയിട്ട് 4 മൈക്രോസ്പോറുകൾ ഉണ്ടാവും മക്കളെ. ഈ 4 മൈക്രോസ്പോറുകളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോർ ടെട്രാഡ് എന്നാ വിളിക്കുക. 4 മൈക്രോസ്പോറുകൾ ഉണ്ടായി സാറേ. അതിലോരോ മൈക്രോസ്പോറുകളും മൈറ്റോസിസിന് പോയിട്ട് ഓരോരോ പോളനായിട്ട് മാറും. 4 മൈക്രോസ്പോർ ഉണ്ടല്ലോ, അതിൽ ഓരോ മൈക്രോസ്പോറും മൈറ്റോസിസിന് പോയിട്ട് ഓരോ പോളനാവും. അപ്പം 4 മൈക്രോസ്പോറുകൾ മൈറ്റോസിസിന് പോയാലോ 4 പോളൻ ഗ്രെയിൻ ആയിട്ട് മാറും. പോളൻ മദർ സെല്ല് മിയോസിസിന് പോയി 4 മൈക്രോസ്പോറായി. അതിൽ ഓരോ മൈക്രോസ്പോറും മൈറ്റോസിസിന് പോയി ഓരോരോ പോളൻ ഗ്രെയിൻ ആയിട്ട് മാറി. പോളൻ ഗ്രെയിൻ്റെ ഏറ്റവും വെളിയിലത്തെ ലെയറിന്റെ പേര് എക്സൈൻ, അകത്തെ ലെയറിന്റെ പേര് ഇൻറ്റൈൻ. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കട്ടിയുള്ള സാധനം വെച്ചാൽ അതിന്റെ പേരാ സ്പോറോപൊലിൻ. മറക്കല്ലേ. പോളൻ ഗ്രെയിൻസ് ഫോസിലുകളെ പോലെ, അസ്ഥികൂടങ്ങൾ കേട്ടിട്ടില്ലേ ഫോസില്, അതിനെ പോലെ കുറേ നാൾ മണ്ണിക്കിടക്കും. എന്തുകൊണ്ടാ? സ്പോറോപൊലിനുള്ളത് കൊണ്ടാ. ഇന്ത്യൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും വെച്ചാ. പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ 2 കോശങ്ങളുണ്ട്. ചെറിയ കോശം ജനറേറ്റീവ് സെല്ല്, അതാണ് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുക. വലിയ കോശം വെജിറ്റേറ്റീവ് സെല്ല്, അതാണ് പോളൻ ട്യൂബായിട്ട് മാറുക. ജനറേറ്റീവ് സെല്ല് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുമ്പം വെജിറ്റേറ്റീവ് സെല്ല് പോളൻ ട്യൂബായിട്ടാണ് മാറുക. പോളൻ ബാങ്ക് എന്താ? പോളൻ ഗ്രെയിൻസ് അഴുക്കാകാതിരിക്കാൻ ലിക്വിഡ് നൈട്രജൻ നമ്മൾ ഇട്ട് വെക്കും. ടെമ്പറേച്ചർ എത്ര സാറേ? -196 ഡിഗ്രിയിൽ. പോളൻ വയബിലിറ്റി എന്താ? എത്ര നാൾ പോളൻ ഗ്രെയിൻസ് ആക്റ്റീവ് ആയിട്ടിരിക്കും? റൈസ് വീറ്റ് 30 മിനിറ്റ്, സൊളനേസിയ, റൊസാസിയ, ലെഗ്യൂമിനേസിയൻ്റെ ഒക്കെ പോളൻ ഗ്രെയിൻ മാസങ്ങളോളം ആക്റ്റീവാ. എത്ര നാളാണോ പോളൻ ഗ്രെയിൻസ് ആക്റ്റീവ് ആയിട്ടിരിക്കുക, ആ സമയത്ത് വിളിക്കുന്ന പേരാ പോളൻ വയബിലിറ്റി. പോളൻ അലർജി, ചില ആൾക്കാരുടെ പോളൻ ഗ്രെയിൻസ് ഉള്ളിൽ പോയാൽ, ചില ചെടികളുടെ പോളൻ ഗ്രെയിൻസ് ഉള്ളിൽ പോയാൽ നമുക്ക് ബ്രോങ്കൈറ്റിസ്, ആസ്മ, അലർജി ഒക്കെ വരും. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ക്യാരറ്റ് ഗ്രാസിന്റെ പോളൻ ഗ്രെയിൻസ് ഉള്ളിൽ പോയാൽ നമുക്ക് അലർജി വരും. അടുത്ത സാറേ, എംബ്രിയോ സാക്ക് എങ്ങനെ ഉണ്ടാക്കുക? പോളൻ ഗ്രെയിൻ ആണ് സാറേ മെയിൽ ഗെമറ്റോഫൈറ്റ്, എംബ്രിയോ സാക്ക് ആണ് സാറേ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ്. ഓർത്തോണം, പോളൻ ഗ്രെയിൻ മെയിൽ ഗെമറ്റോഫൈറ്റ് ആണെങ്കിൽ എംബ്രിയോ സാക്ക് ഫീമെയിൽ ഗെമറ്റോഫൈറ്റാ. മെഗാസ്പോർ മദർ സെൽ ഉണ്ട്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ സാറേ? പോളൻ മദർ സെല്ല, ഇത് മെഗാസ്പോർ മദർ സെല്ല. മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് പോകും. എന്നിട്ട് 4 മെഗാസ്പോർ ഉണ്ടാകും. 4 മെഗാസ്പോറിൽ 3 ചത്തുപോയി, 3 ഡീജനറേറ്റ് ആയി എന്നാ പറയാ, ചത്തുപോയി എന്നാ വിളിക്കുക. 1 മാത്രം ആക്റ്റീവാ. ആ ആക്റ്റീവായിട്ടിരിക്കുന്ന മെഗാസ്പോറിനെ വിളിക്കുന്ന പേരാ ഫങ്ഷണൽ മെഗാസ്പോർ. മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് പോയിട്ട് 4 മെഗാസ്പോറായി. അതിൽ 3 ചത്തുപോയി, 1 മാത്രം ആക്റ്റീവ് ഉള്ളൂ. അതിന്റെ പേരാ ഫങ്ഷണൽ മെഗാസ്പോർ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ
അടുപ്പിച്ച് 3 മൈറ്റോസിസിന് പോകും. ഫങ്ഷണൽ മെഗാസ്പോർ അടുപ്പിച്ച് 3 മൈറ്റോസിസിന് പോകും. എന്നിട്ടാണ് മക്കളെ നമ്മൾ ഇന്ന് കാണുന്ന ഈ മെച്വർ എംബ്രിയോസാക്ക് ഉണ്ടായത്. 3 പോയി 1 മാത്രം ആക്റ്റീവ്. അതിൻ്റെ പേരാ ഫങ്ഷണൽ മെഗാസ്പോർ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ 3 മൈറ്റോസിസിന് പോയിട്ടാ ഇന്ന് നമ്മൾ ഈ കാണുന്ന എംബ്രിയോസാക്ക് ഉണ്ടായത്. ഇതാണ് മക്കളെ എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കിൻ്റെ ഈ അറ്റത്തിൻ്റെ പേര് ചലാസൽ എൻഡ്, ഈ അറ്റത്തിൻ്റെ പേര് മൈക്രോപൈലാർ എൻഡ്. ഇവിടെ 3 സെല്ലുകൾ കാണാം, അതിൻ്റെ പേര് ആൻറ്റിപോഡൽ. നടുക്ക് ഒരു വലിയ സെല്ലുണ്ട്, അതിൻ്റെ പേരാ സെൻട്രൽ സെൽ. അതിനുള്ളിൽ കാണുന്ന 2 ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ പേരാ പോളാർ ന്യൂക്ലിയൈ. ഇതാണ് മക്കളെ 3 ആൻറ്റിപോഡൽ. ഇതാണ് നടുക്കത്തെ വലിയ സെൽ, അതാണ് സെൻട്രൽ സെൽ. അതിലെ 2 ന്യൂക്ലിയസുകൾ ആ പോളാർ ന്യൂക്ലിയൈ. താഴെ 3 സെല്ലുണ്ട്, പക്ഷെ 3ന് ഒരേ പേരല്ല. നടുക്കിരിക്കുന്നവൻ്റെ പേരാണ് എഗ്ഗ്, സൈഡിൽ ഇരിക്കുന്ന സെല്ലുകളുടെ പേരാണ് സിനർജിഡ്. ഈ എഗ്ഗ് ഒറ്റെണ്ണമേ ഉള്ളൂ, സിനർജിഡ് 2 എണ്ണമുണ്ട്. ഈ ഒരു എഗ്ഗിനെയും ഈ 2 സിനർജിഡിനെയും ഈ 3 സെല്ലുകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എഗ്ഗ് അപ്പാരറ്റസ് എന്ന മക്കളെ വിളിക്കുക. ഈ സിനർജിഡില് ഒരു സ്പെഷ്യൽ തിക്കനിങ് ഉണ്ട്, ഒരു മിന്നുന്ന സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിന്റെ പേരാ ഫില്ലിഫോം അപ്പാരറ്റസ്. പരീക്ഷയ്ക്ക് വരും. സിനർജിഡിലുള്ള ആ മിന്നുന്ന സ്ട്രക്ചറിന്റെ പേരെന്താ? ഫില്ലിഫോം അപ്പാരറ്റസ് എന്നാ വിളിക്കുക. ഫില്ലിഫോം അപ്പാരറ്റസിന്റെ പണി എന്താ? കറക്റ്റ് പോളൻഗ്രെയിൻ ഉണ്ടാക്കുന്ന ട്യൂബിനെ, പോളൻഗ്രെയിൻ ഒരു ട്യൂബ് ഉണ്ടാക്കും, ആ ട്യൂബിനെ കറക്റ്റ് സിനർജിഡിന്റെ അടുത്തേക്ക് വരുത്തിക്കുന്നത് ആരാ? ഫില്ലിഫോം അപ്പാരറ്റസാ. പോളൻഗ്രെയിൻസ് ഉണ്ടാക്കുന്ന ട്യൂബിന്റെ പേരാ പോളൻ ട്യൂബ്. പോളൻ ട്യൂബ് കറക്റ്റ് സിനർജിഡിന്റെ ഉള്ളിലേക്ക് വന്ന് കയറണം. എങ്ങനെ കയറുക? സിനർജിഡ് ആണെന്ന് എങ്ങനെയാ മനസ്സിലാകുക? സിനർജിഡിന്റെ മുകളിൽ ഒരു തിളക്കമുണ്ട്, ആ തിളക്കത്തിന്റെ പേരാ ഫില്ലിഫോം അപ്പാരറ്റസ്. ഫില്ലിഫോം അപ്പാരറ്റസ് സിനർജിഡിന്റെ മുകളിലുള്ള ആരാ? സിനർജിഡിന്റെ മുകളിൽ ഇരുന്ന് ഫില്ലിഫോം അപ്പാരറ്റസ് തിളങ്ങുമ്പോഴാണ് പോളൻ ട്യൂബിന് മനസ്സിലാകുക, അവിടെ ഒരു തിളക്കുണ്ട്, അങ്ങോട്ട് കയറിയേക്കാം. ആ കയറുന്ന സാധനം ഏതാ? സിനർജിഡാ. അപ്പൊ എന്താ സിനർജിഡിന്റെ പണി? ഫില്ലിഫോം അപ്പാരറ്റസിന്റെ പണി എന്താ മക്കളെ? അതൊരു സ്പെഷ്യൽ തിക്കനിങ്ങാ, മിന്നിത്തിളങ്ങുന്ന സ്ട്രക്ചറാ. ഗൈഡ് ചെയ്യും. ഗൈഡ് എന്ന് പറഞ്ഞാൽ വഴികാട്ടും. ആർക്കാ വഴികാട്ടുക? സിനർജിഡിനെ, പോളൻ ട്യൂബിനെ കറക്റ്റ് സിനർജിഡിലേക്ക് വഴികാട്ടുന്നത് ആരാ? നമ്മുടെ ഫില്ലിഫോം അപ്പാരറ്റസ്. ഗൈഡ് പോളൻ ട്യൂബിനെ വഴികാട്ടുന്ന എങ്ങോട്ടേക്ക്? സിനർജിഡിലേക്ക്. കറക്റ്റ് സിനർജിഡിലേക്ക് കയറാൻ പോളൻ ട്യൂബിന് പറഞ്ഞു കൊടുക്കുന്ന ആരാ? സിനർജിഡിന്റെ മുകളിൽ ഇരുന്ന് തിളങ്ങുന്ന സ്ട്രക്ചർ, അതാ ഫില്ലിഫോം അപ്പാരറ്റസ്. ആ തിളക്കം കാണുമ്പോഴാ പോളൻ ട്യൂബിന് മനസ്സിലാകുക, അതാണ് സിനർജിഡ്, ഞാൻ അങ്ങോട്ട് കയറുകയെന്ന്. ഓക്കെ, പോളിനേഷൻ മക്കളെ പഠിക്കണം. എന്താ പോളിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് പോളൻഗ്രെയിൻ ഫ്രം ആന്തർ ടു സിഗ്മ. ആന്തറിൽ നിന്ന് പോളൻഗ്രെയിൻ സിഗ്മയിലേക്ക് പോകുന്നു. അതാണ് മക്കളെ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ. പോളിനേഷൻ 3 ടൈപ്പ് ഉണ്ട്: ഓട്ടോഗമി, ജീറ്റിനോഗമി, സീനോഗമി. ഇത് 3 പഠിക്കണം. ഒരു ഫ്ലവറിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്നതാണ് ഓട്ടോഗമി. ആ ഓട്ടോഗമി നടക്കണമെങ്കിൽ ഫ്ലവർ ബൈസെക്ച്വൽ ഫ്ലവർ ആയിരിക്കണം. ഒരേ പ്ലാന്റിന്റെ 2 ഫ്ലവറുകൾക്കിടയിലുള്ള പോളിനേഷനാണ് ജീറ്റിനോഗമി എന്ന് പറഞ്ഞാൽ. 2 വ്യത്യസ്ത പ്ലാന്റുകളുടെ ഫ്ലവറുകൾ തമ്മിലുള്ള പോളിനേഷനാണ് മക്കളെ സീനോഗമി. ഒരൊറ്റ ഫ്ലവറിന്റെ ഉള്ളിലാണെങ്കിൽ ഓട്ടോഗമി, ഒരേ പ്ലാന്റിന്റെ 2 ഫ്ലവർ തമ്മിലാണെങ്കിൽ ജീറ്റിനോഗമി. 2 വ്യത്യസ്ത പ്ലാന്റിന്റെ ഫ്ലവറുകൾ തമ്മിലുള്ള പോളിനേഷനാണ് മക്കളെ സീനോഗമി എന്ന് പറഞ്ഞാൽ. പോളിനേഷനെ സഹായിക്കുന്ന ആൾക്കാരാണ് പോളിനേറ്റിംഗ് ഏജന്റ്. പോളിനേഷൻ പഠിച്ചു, അതിൻ്റെ 3 ടൈപ്പ് പഠിച്ചു. ഇനി പോളിനേഷൻ, ഒരു പോളൻഗ്രെയിൻസ് ചുമ്മാതെ വീടില്ല, വല്ല കാറ്റ് കൊണ്ടുവരണം, വെള്ളം കൊണ്ടുവരണം, വല്ല പ്രാണികൾ കൊണ്ടുവരണം. പോളിനേഷനെ സഹായിക്കുന്നവരാ മക്കളെ പോളിനേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ. വിൻഡ് പോളിനേറ്റിംഗ് ഏജന്റാ, വാട്ടർ പോളിനേറ്റിംഗ് ഏജന്റാ, ആനിമൽസിൽ മെയിൻ ആളാരാ? ഇൻസെക്റ്റ് പോളിനേറ്റിംഗ് ഏജന്റാ. വിൻഡ് പോളിനേഷനിൽ പോളൻ ഗ്രെയിൻസ് എന്തായിരിക്കണം എന്നറിയാമോ? പോളൻ ഗ്രെയിൻസ് ലൈറ്റ് ആയിരിക്കണം. പോളൻ ഗ്രെയിൻസ് എന്തായിരിക്കണം സാറേ? ലൈറ്റ് പോളൻ ഗ്രെയിൻ. ഇത് ഇത്ര ഓർത്ത് വെച്ചാൽ മതി. വിൻഡ് പോളിനേഷൻ ആകണമെങ്കിൽ പോളൻ ഗ്രെയിനുകൾ ലൈറ്റ് ആയിരിക്കണം, ചെറുതായിരിക്കണം, എന്നാലേ കാറ്റ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അടുത്ത് എക്സ്പോസ്ഡ് സേമൻ വെളിയിലേക്കിരിക്കണം, കാറ്റിലേക്കിരിക്കണം. പോളൻ ഗ്രെയിൻസ് ചെറുതായിരിക്കണം. പിന്നെന്താ? സേമൻ കാറ്റത്തിരിക്കണം, എക്സ്പോസ്ഡ് ആണ്, പുറത്തേക്കിരിക്കണം. 3-മത്തെ എന്താ? സിംഗിൾ ഒവ്യൂളിൻ ഓവറി. ഓവറിൻ്റെ ഉള്ളിൽ ഒറ്റ ഒവ്യൂളേ പാടുള്ളൂ. ഇതാ മക്കളെ വിൻഡ് പോളിനേഷന്റെ പ്രത്യേകത. വാട്ടർ പോളിനേഷന്റെ പ്രത്യേകത എന്താ സാറേ? പോളൻ ഗ്രെയിൻസ് റിബൺ ഷേപ്പ് ആയിരിക്കണം. റിബൺ ഷേപ്പ് ആയാലേ
പോളിംഗ് ഗ്രെയിൻസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുള്ളൂ. രണ്ടാമത്തെ, പോളിംഗ് ഗ്രെയിൻസ് നിരന്തരം വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരില്ലേ, അപ്പോൾ വേഗം നശിക്കാൻ ചാൻസ് ഉണ്ട്. വേഗം രോഗാണുക്കൾ കയറി നശിക്കാതിരിക്കാൻ അവർക്ക് കവറിങ് ഉണ്ട് മക്കളെ. ആ കവറിങ്ങിൻ്റെ പേരാ മ്യൂസിലേജിനസ് കവറിങ്. അപ്പം നോക്ക്, പോളിംഗ് ഗ്രെയിൻസിന് റിബൺ ഷേപ്പ് ആയിരിക്കണം. പോളിംഗ് ഗ്രെയിൻസ് ഒരുപാട് വെള്ളത്തിൽ കിടക്കുമ്പോൾ എന്തു പറ്റും, അഴുക്കാകാതിരിക്കാൻ അവർക്ക് മ്യൂസിലേജിനസ് കവറിങ് കൊടുക്കണം. മ്യൂസിലേജിനസ് കവറിങ് ഉണ്ട്. അടുത്ത മക്കളെ, ഇൻസെക്ട് പോളിനേഷൻ. ഇൻസെക്ട് പോളിനേഷൻ്റെ പ്രത്യേകത എന്താ, സ്റ്റിക്കി പോളന. പോളിംഗ് ഗ്രെയിൻസ് ഒട്ടിപ്പിടിക്കുന്നതായിരിക്കണം. പോളിംഗ് ഗ്രെയിൻസ് ഒട്ടിപ്പിടിക്കുന്നതായിരിക്കണം. സ്റ്റിക്കി പോളിംഗ് ഗ്രെയിൻ. പോളിംഗ് ഗ്രെയിൻസ് എങ്ങനെ സാറേ, ഒട്ടിപ്പിടിക്കുന്ന പോളിംഗ് ഗ്രെയിൻ ആയിരിക്കണം, എന്നാലേ പ്രാണിൻ്റെ അകത്ത് ഒട്ടിപ്പിടിക്കുള്ളൂ. പിന്നെ ഫ്ലവേഴ്സ് എങ്ങനെ ആയിരിക്കണം, കളർഫുൾ ആയിരിക്കണം. ഫ്ലവേഴ്സ് നല്ല കളർഫുൾ ആയിരിക്കണം. ഫ്ലവേഴ്സിനുള്ളിൽ നല്ല സ്മെല്ല് ഉണ്ടാകണം. ഫ്ലവേഴ്സിനുള്ളിൽ നല്ല തേൻ ഉണ്ടാകണം. ഇതൊക്കെ എവിടെ ഉള്ളതാ, ഇൻസെക്ട് പോളിനേഷനിലെ പ്രത്യേകതകളാണ്. ഓരോന്നിലെ പ്രത്യേകതകൾ പഠിക്കണം, ചോദിക്കും മക്കളെ. അടുത്ത ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താ, ഡബിൾ ഫെർട്ടിലൈസേഷൻ അതിന് മുമ്പ് വേറെണ്ണമുണ്ട്. ചില ചെടികളുണ്ട്, വയോള, അതേപോലെ ഓക്സാലിസ്, അതേപോലെ കൊമലീന. ഇത് മൂന്ന് ചെടികളാട്ടോ. ഈ 3 ചെടികളുടെ പ്രത്യേകത എന്താ അറിയാമോ, ഇവർ 2 ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കും. ഒരു ടൈപ്പ് ഫ്ലവർ എപ്പോഴും ഓപ്പണാ, എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഫ്ലവറുകളെ അവർ വിളിക്കുന്ന പേരാ ചാസ്മോഗ്യാമസ് ഫ്ലവർ. എന്താ വിളിക്കുക, ചാസ്മോഗ്യാമസ് ഫ്ലവർ എന്നാ വിളിക്കുക. ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് എപ്പോഴും ക്ലോസ്ഡ് ഫ്ലവേഴ്സിന്റെ പേരാണ് ക്ലീസോഗ്യാമസ് ഫ്ലവർ. ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഫ്ലവേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ചാസ്മോ, ക്ലോസ് ആയിട്ടിരിക്കുന്ന ഫ്ലവേഴ്സിന്റെ പേര് ക്ലീസോഗ്യാമസ് ഫ്ലവർ എന്നാ വിളിക്കുക. ഈ ക്ലോസ്ഡ് ഫ്ലവേഴ്സിനുള്ളിൽ എപ്പോഴും എന്താ നടക്കുള്ളൂ, ഓട്ടോഗമി മാത്രമേ നടക്കുള്ളൂ. കാരണം എന്താ, അടഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ആന്ത്രയിൽ നിന്ന് വരുന്ന പോളിംഗ് ഗ്രെയിൻ പുറത്തൊന്നും പോവാതെ മുകളിൽ തട്ടി ഇതിന് തൊട്ടടുത്തുള്ള സിഗ്മയിൽ തന്നെ വീണോളും. ഓട്ടോഗമി എപ്പോഴും നടക്കും, കാരണം അടഞ്ഞിരിക്കുന്ന കാരണം. വയോള, ഓക്സാലിസ്, കൊമലീന, ഇത് മൂന്ന് ചെടികളാണ്. ഈ ചെടികൾ 2 ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കും. ചില ഫ്ലവർ എപ്പോഴും തുറന്നിരിക്കും, അവർ ചാസ്മോ. എപ്പോഴും അടഞ്ഞിരിക്കുന്നവർ ക്ലീസ്റ്റോ. ഇങ്ങനെ ഓർത്താൽ മതി, ക്ലോസിഡ് ക്ലീസ്റ്റോ എന്ന് ഓർത്താൽ മതി കേട്ടോ. അടഞ്ഞിരിക്കുന്ന കാരണം പോളിംഗ് ഗ്രെയിൻസ് വേറെ എങ്ങോട്ടും പോകൂല, തൊട്ടടുത്ത സിഗ്മയിൽ വീഴും. ഓട്ടോഗമി, സെൽഫ് പോളിനേഷൻ ആണ് നടക്കുക. ചോദിക്കും, ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവറിൽ എന്തുകൊണ്ടാണ് എപ്പോഴും ഓട്ടോഗമി നടക്കുന്നത്, അടഞ്ഞിരിക്കുന്നത് കൊണ്ട്. അടുത്ത ഡബിൾ ഫെർട്ടിലൈസേഷനിൽ 2 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, എന്തൊക്കെയാ സാറേ സ്റ്റെപ്പുകൾ, 1 സിംഗമി, 2 ട്രിപ്പിൾ ഫ്യൂഷൻ. ഈ 2 സ്റ്റെപ്പുകളെ ചേർത്ത് വിളിക്കുന്ന പേരാ ഡബിൾ ഫെർട്ടിലൈസേഷൻ. സിംഗമിയിൽ മെയിൽ ഗെമേറ്റ് ഫീമെയിൽ ഗെമേറ്റുമായി കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടാകും. ഫീമെയിൽ ഗെമേറ്റിന്റെ പേരാണ് എഗ്. മെയിൽ ഗെമേറ്റ് ഫീമെയിൽ ഗെമേറ്റുമായ എഗ് ആയിട്ട് കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടായി. ഇതാ സിംഗമി. സൈഗോട്ടിന്റെ പ്ലോയിഡ് ഡിപ്ലോയിഡ് ആണ്. ട്രിപ്പിൾ ഫ്യൂഷനിൽ എന്താ പറ്റുക, മെയിൽ ഗെമേറ്റ് സെൻട്രൽ സെല്ലിന്റെ ഉള്ളിൽ 2 ന്യൂക്ലിയസ് ഉണ്ടല്ലോ, പോളാർ ന്യൂക്ലിയേ. മെയിൽ ഗെമേറ്റ് പോളാർ ന്യൂക്ലിയുമായി ചേർന്ന് പെൻ ഉണ്ടാകും. പെന്നിന്റെ ഫുൾ ഫോം എന്താ, പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ്. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണെങ്കിൽ പെൻ എന്താ സാറേ, ട്രിപ്ലോയിഡാ സാറേ. മെയിൽ ഗെമേറ്റ് എന്ന് പറഞ്ഞാൽ 1 ന്യൂക്ലിയസാ. പോളാർ ന്യൂക്ലിയ പറയുമ്പോൾ 2 ന്യൂക്ലിയസ് ആണല്ലോ. ടോട്ടൽ ഈ സ്റ്റെപ്പിൽ എത്ര ന്യൂക്ലിയസാ കൂടിച്ചേരുക, 1ഉം ഇവരുടെ 2ഉം. ടോട്ടൽ 3 ന്യൂക്ലിയസ് കൂടിച്ചേരുന്നുണ്ട്. 3 ന്യൂക്ലിയസ് കൂടിച്ചേരുന്നതുകൊണ്ടാണ് ഈ സ്റ്റെപ്പിനെ നമ്മൾ എന്ത് വിളിച്ചേ, ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് വിളിച്ചേ. ഡബിൾ ഫെർട്ടിലൈസേഷനിലെ 2 സ്റ്റെപ്പിന്റെ പേര് എഴുതാനാ ചോദിക്കുക, സിംഗമി, ട്രിപ്പിൾ ഫ്യൂഷൻ. ഓക്കെ മക്കളെ, ഇതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യന്മാർ ചെയ്യുന്ന. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ട 2 ചെടികൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് നല്ല ചെടികൾ ഉണ്ടാക്കിയെടുത്തു. അത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അതെന്താണെന്നൊന്നും പരീക്ഷയ്ക്ക് വരില്ല, ചോദിക്കുന്നത് അതിലെ സ്റ്റെപ്പുകളാണ്. മെയിൻ സ്റ്റെപ്പ് 1 ഇമാസ്കുലേഷൻ, 2 ബാഗിങ്, 3 റീബാഗിങ്. ഈ 3 സ്റ്റെപ്പ് ഓർത്ത് വെച്ചാൽ മതി. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബൈസെക്ച്വൽ ഫ്ലവർ എടുത്തുന്നിരിക്കട്ടെ, അവിടെ ആര് കാണും സാർ, ആന്തറും കാണും, അവിടെ സിഗ്മയും കാണും. ബൈസെക്ച്വൽ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കാൻ ചാൻസ് ഉണ്ട്, ഓട്ടോഗമി നടക്കാൻ ചാൻസ് ഉണ്ട്. ആ ബൈസെക്ച്വൽ ഫ്ലവറിൽ ഓട്ടോഗമി നടക്കാതിരിക്കാൻ ആ ഫ്ലവറിൽ നമ്മൾ ആന്തറിനെ കട്ട് ചെയ്ത് കളയും. കട്ട് ആന്തർ. ഒരു ബൈസെക്ച്വൽ ഫ്ലവറിൽ നിന്ന് ആന്തർ കട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് മക്കളെ ഇമാസ്കുലേഷൻ. എന്താ സാർ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ബൈസെക്ച്വൽ ഫ്ലവറിൽ നിന്ന് ആന്തർ കളയുന്നു. ഒരു ബൈസെക്ച്വൽ ഫ്ലവറിൽ എപ്പോഴും ഓട്ടോഗമി നടക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഓട്ടോഗമി പ്ലാന്റ്സിന് ഇഷ്ടമല്ല.
സീനോഗമി ഇഷ്ടം. ഓട്ടോഗമി നടക്കാതിരിക്കാൻ നമ്മൾ അവരുടെ ആൻഡറിനെ മുറിച്ച് കളയും, അതാണ് ഇമാസ്കുലേഷൻ. എന്നിട്ട് കവർ ചെയ്ത് വെക്കും, വേറെ എവിടെ നിന്നും പോളങ്കിൻസ് വന്ന് വീഴാതിരിക്കാൻ. അതിൻ്റെ പേരാണ് ബാഗിങ് എന്ന് വിളിക്കുക. കട്ട് ചെയ്യുന്നത് ഇമാസ്കുലേഷൻ, കവർ ചെയ്ത് വെക്കുന്നതാണ് ബാഗിങ്. എന്നിട്ട് നമ്മൾ നമുക്ക് വേണ്ട പോളങ്കിനെ എടുത്തുകൊണ്ട് വരും, എന്നിട്ട് ബാഗ് തുറക്കും, നമ്മൾ അതിൻ്റെ സിഗ്മയിലേക്ക് ഇട്ട് കൊടുക്കും, എന്നിട്ട് വീണ്ടും അടച്ചു വെക്കും, അതാണ് റീബാഗിങ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലെ 3 സ്റ്റെപ്പുകളെ ചോദിക്കുകയുള്ളൂ. എന്താ? ഇമാസ്കുലേഷൻ, ബാഗിങ്, റീബാഗിങ്. റീബാഗിങ് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇമാസ്കുലേഷനും ബാഗിങ്ങും ഓർക്കണം. ഓക്കെ, എന്താ സാറേ ഔബ്രീഡിങ് ഡിവൈസ്? 2 മാർക്കിന് ഈ വട്ടവും വരുന്ന ചോദ്യമാ. ഔബ്രീഡിങ് ഡിവൈസ് എന്താ? ഞാൻ കുറേ പഠിപ്പിച്ചാണിത്. പ്ലാന്റ്സിന് ഓട്ടോഗമി ഇഷ്ടമല്ല, ഓട്ടോഗമി കുറയ്ക്കാനാ പ്ലാന്റ്സ് നോക്കുക. പ്ലാന്റ്സ് എങ്ങനെങ്കിലും സീനോഗമിനെ കൂട്ടാനാ നോക്കുക. ഓട്ടോഗമി കുറച്ച് എങ്ങനെങ്കിലും സീനോഗമിനെ കൂട്ടാനാ നോക്കുക പ്ലാന്റുകൾ. ആ സീനോഗമിനെ കൂട്ടാൻ വേണ്ടി പ്ലാന്റ് പല അടവും പ്രയോഗിക്കും. ആ അടവുകളെ വിളിക്കുന്ന പേരാണ്, ആ അടവുകളെ ചേർത്ത് വിളിക്കുന്ന പേരാ ഔബ്രീഡിങ് ഡിവൈസ്. എങ്ങനെങ്കിലും ഓട്ടോഗമിനെ കുറച്ച് സീനോഗമിനെ കൂട്ടാൻ പ്ലാന്റ് പല അടവുകളും സ്വീകരിക്കും. ആ അടവുകളെ വിളിക്കുന്ന പേരാ ഔബ്രീഡിങ് ഡിവൈസ്. എന്തൊക്കെയാ സാറേ? യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കുള്ളൂ. ബൈസെക്ച്വൽ ഫ്ലവർ ആണെങ്കിലല്ലേ ഓട്ടോഗമി നടക്കുള്ളൂ. പകരം പ്ലാന്റ് യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കും, അപ്പോൾ ഓട്ടോഗമി നടക്കില്ല. അടുത്തത്, ഇനിയിപ്പോൾ യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കുന്നതിന് പകരം ബൈസെക്ച്വൽ ഫ്ലവറായി ഉണ്ടാക്കാൻ പറ്റിയെന്നിരിക്കട്ടെ, എങ്കിലും നമുക്ക് ഓട്ടോഗമി നടക്കും. ഇത് രണ്ടും ഇങ്ങനെ അടുത്തിരിക്കുമ്പോഴല്ലേ ഇവിടുന്ന് പോളങ്കിൻ ഇവിടെ വീഴുള്ളൂ. രണ്ടിനെ 2 അറ്റത്തോട്ട് വെച്ചാൽ മതി. അപ്പം എന്താ? ആന്തറും സിഗ്മയും 2 പൊസിഷനിലേക്ക് വെക്കുക. അടുത്തെന്താ? ആന്തർ സിഗ്മയും 2 സമയത്ത് പാകമാകുക. ആന്തർ പാകമാകുമ്പോൾ സിഗ്മ പാകമാകലല്ലേ, സിഗ്മ പാകമാകുമ്പോൾ ആന്തർ പാകമാകല്ലേ. 2 ഒരേ സമയം പാകമാകുമ്പോഴാ ഓട്ടോഗമി നടക്കുക. 2 ഡിഫറെന്റ് ടൈമിൽ പാകമായാൽ മതി, മെച്ചുറായാൽ മതി. 4-മത്തെയാ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. എന്താ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു ബൈസെക്ച്വൽ ഫ്ലവറിൽ ഇതാണ് ആന്തർ സാർ, ഇതാണ് സിഗ്മ. ഈ ആന്തറിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് പോളൻ. എന്താ വിളിക്കുക? സ്വന്തം പോളൻ. സ്വന്തം പോളൻ ഗ്രെയിൻ വന്ന് വീണാലും ഈ സിഗ്മ, ഈ കാണുന്ന സിഗ്മ അതിനെ അകറ്റി മാറ്റും. സ്വന്തം പോളൻ ഗ്രെയിൻ വന്ന് വീഴുമ്പോൾ സിഗ്മ പറയും, മോനെ നീ പോ 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 പോ, നീ എൻ്റെ തന്നെ പോളൻ ഗ്രെയിനാ. സ്വന്തം പോളൻ ഗ്രെയിനെ സിഗ്മ അകറ്റി മാറ്റും. സ്വന്തം പോളൻ ഗ്രെയിനെ, സെൽഫ് പോളൻ ഗ്രെയിനെ അകറ്റി മാറ്റാൻ, റിജക്റ്റ് ചെയ്യാൻ സിഗ്മയ്ക്ക് ഒരു കഴിവുണ്ട്. അതാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇങ്ങനെ അകറ്റി മാറ്റും, പിന്നെ ഓട്ടോഗമി നടക്കില്ല, സീനോഗമിയെ നടക്കുള്ളൂ. നേരെ വന്ന് വീണാലല്ലേ ഓട്ടോഗമി, വീഴുന്നതിന് മുമ്പ് സിഗ്മ എന്നെ കളയും. അതാ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. അപ്പോൾ ഓട്ടോഗമി നടക്കില്ല. അതുകൊണ്ട് അത് ഔബ്രീഡിങ് ഡിവൈസിന്റെ ഭാഗമായി. എബിലിറ്റി ഓഫ് സിഗ്മ ടു റിജക്റ്റ് സെൽഫ് പോളൻ. സ്വന്തം പോളൻ ഗ്രെയിനെ അകറ്റി മാറ്റാനുള്ള സിഗ്മന്റെ കഴിവ്, അതാണ് മക്കളെ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. എന്താ ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മക്കളെ? ഓവറിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ടുകളാണ് ട്രൂ ഫ്രൂട്ട്. പയറൊക്കെ അതിന് എക്സാമ്പിളാ. ചിലപ്പോൾ ചില ഫ്രൂട്ടുകൾ ഓവറി നല്ല ഉണ്ടാകുക, വേറെ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുക, തലാമസിൽ നിന്നൊക്കെ ഉണ്ടാകുക, അങ്ങനെയുള്ള ഫ്രൂട്ടുകളാണ് ഫോൾസ് ഫ്രൂട്ട്. ഓവറിൽ നിന്നുണ്ടാകുന്നവർ ട്രൂ ഫ്രൂട്ട്. അതർ ദാൻ ഓവറി, അതർ ദാൻ എന്ന് പറഞ്ഞാലോ വേറെ ഭാഗങ്ങൾ. ഓവറിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ട് ട്രൂ ഫ്രൂട്ട്. ഓവറി അല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ വളർന്നിട്ടും ഫ്രൂട്ട് ഉണ്ടാകാം. വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകുന്ന ഫ്രൂട്ടിൻ്റെ പേരാണ് ഫോൾസ് ഫ്രൂട്ട്. എക്സാമ്പിൾ കാശോർത്താൽ മതി, കാഷ്യൂ, ആപ്പിൾ, സ്ട്രോബെറി. കാഷ്യൂ, ആപ്പിൾ, സ്ട്രോബെറി. ഡബിൾ ഫെർട്ടിലൈസേഷന് ശേഷം പ്ലാന്റിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സൈഗോട്ട് എംബ്രിയോ ആകും, പെണ്ണ് പ്രൈമറി എൻഡോസ്പം, ന്യൂക്ലിയസ് എൻഡോസ്പം ആകും, ഓവറി ഫ്രൂട്ട് ആകും, ഒവ്യൂൾ സീഡ് ആകും, ആൻറ്റിപ്പോളും സിനജിഡും ചത്തുപോകും, ഡീജനറേറ്റ് ആകും. സൈഗോട്ട് എംബ്രിയോ ആകുന്ന സ്റ്റേജ് ചോദിക്കും. ഇതാണ് മക്കളെ സൈഗോട്ട്. അത് നേരെ എന്താകും എന്നറിയാമോ? പ്രോ എംബ്രിയോ ആകും. സൈഗോട്ട് നേരെ എന്തായി മാറും? പ്രോ എംബ്രിയോ ആകും. അത് നേരെ ഗ്ലോബുലാർ എംബ്രിയോ ആകും. ഗ്ലോബുലാർ എംബ്രിയോ ആകും. അത് നേരെ ഹാർട്ട് ഷേപ്പ് എംബ്രിയോ ആകും. ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ. നേരെ പിന്നീട് അത് മെച്ചുവർ എംബ്രിയോ ആകും കേട്ടോ. സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ, മെച്ചുവർ എംബ്രിയോ. ഇതാണ് ഡൈക്കോട്ട് മോണോക്കോട്ട് എംബ്രിയോന്റെ ചിത്രമാണ് കേട്ടോ. സീഡ്, ഒവ്യൂളാണ് സീഡായിട്ട് മാറുക. സീഡിന് 2 ലെയറുകളുണ്ട്. സീഡ് കോട്ട്, സീഡിന്റെ 2 കവറിങ്ങിൽ പുറത്തെ ലെയറിന്
ലെയറിന്റെ പേരാണ് ടെസ്റ്റ, അകത്തെ ലെയറിന്റെ പേരാണ് ടെഗ്മെൻ. ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗ്മെൻ. രണ്ടിനെ കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സീഡ് കോട്ട് കേട്ടോ. സീഡ് കോട്ട് ഈ 2 ലെയർ ഉണ്ട്, ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗ്മെൻ. ഇത് ഡൈക്കോട്ട് എംബ്രിയോന്റെ ചിത്രമാണ്. ഇതാണ് കോട്ടിഡൻ, ഇത് പ്ലിമ്യൂള്, ഇത് റാഡിക്കൽ, ഇത് റൂട്ടിക്യാപ്പ്, ഹൈപ്പോകോട്ടൈൽ റീജിയൻ. ഇത് മോണോക്കോട്ട് എംബ്രിയോന്റെ ചിത്രമാണ് കേട്ടോ. മോണോക്കോട്ട് എംബ്രിയോയിൽ ഒരൊറ്റ കോട്ടറിനെ കാണുള്ളൂ. ഡൈക്കോട്ട് എംബ്രിയോയ്ക്ക് 2 കോട്ടറിനുണ്ടെങ്കിൽ മോണോക്കോട്ട് എംബ്രിയോയിൽ ഒറ്റ കോട്ടറിനെ ഉള്ളൂ. മോണോക്കോട്ട് എംബ്രിയോന്റെ ആ ഒറ്റ കോട്ടറിന്റെ പേരെന്താ? മോണോക്കോട്ട് എംബ്രിയോന്റെ ആ ഒറ്റ കോട്ടിഡന്റെ പേരാണ് സ്ക്യൂട്ടെല്ലം. സ്ക്യൂട്ടെല്ലം. മോണോക്കോട്ട് എംബ്രിയോയിലെ ആ ഒറ്റ കോട്ടറിന്റെ പേരാണ് സ്ക്യൂട്ടെല്ലം. സീഡ് 2ആയി തിരിക്കാം കേട്ടോ. സീഡ് 2ആയി തിരിക്കാം. എൻഡോസ്പം ഇല്ലാത്ത സീഡാണ് നോൺ ആൽബുമിനസ് സീഡ്, പി ഗ്രൗണ്ട്നട്ട്, ബീൻസ്. എൻഡോസ്പം ഉള്ള സീഡാണ് ആൽബുമിനസ് സീഡ്, വീറ്റ്, മെയ്സ്, ബാർലി, കാസ്റ്റർ. എൻഡോസ്പം ഉണ്ടെങ്കിൽ ആൽബുമിനസ്, എൻഡോസ്പം ഇല്ലെങ്കിൽ നോൺ ആൽബുമിനസ്. എക്സാമ്പിൾ പഠിക്കണം. ഓക്കെ മക്കളെ. ചില സീഡ് എടുത്താല് ന്യൂസില്ലസ് എന്ന് പറയുന്ന കോശങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാം. ന്യൂസില്ലസ് എന്ന് പറഞ്ഞാൽ ഒരു കോശമാ. ഈ കോശത്തിന്റെ റെമിനൻസ് എന്ന് പറഞ്ഞ അവശിഷ്ടങ്ങൾ, ന്യൂസില്ലസ് എന്ന് പറയുന്ന കോശത്തിന്റെ അവശിഷ്ടങ്ങൾ സീഡിന്റെ ഉള്ളിൽ കാണാം. സീഡിന്റെ ഉള്ളിൽ കാണുന്ന ന്യൂസില്ലസ് എന്ന് പറയുന്ന കോശങ്ങളുടെ അവശിഷ്ടങ്ങൾ, റെമിനൻസിനെ വിളിക്കുന്ന പേരാണ് പെരിസ്പോം. എന്താ സാർ പെരിസ്പോം? സീഡിന്റെ ഉള്ളിൽ കാണുന്ന ന്യൂസില്ലസ് എന്ന് പറയുന്ന കോശങ്ങളുടെ അവശിഷ്ടം. ഇത് കാണുന്ന സീഡുകളാണ് ബ്ലാക്ക് പെപ്പർ, ബീറ്റ്റൂട്ട്. ബ്ലാക്ക് പെപ്പർ, ബീറ്റ്റൂട്ട്. ബ്ലാക്ക് പെപ്പർ, ബീറ്റ്റൂട്ട്. ഓവറിൽ നിന്നുണ്ടാകുന്ന ട്രൂ ഫ്രൂട്ട്, ഓവറി അല്ലാതെ അതർ തലാമസിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ് ഫോൾസ് ഫ്രൂട്ട്. കാഷ്യൂ, ആപ്പിൾ, സ്ട്രോബെറി. ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ. നോക്ക്, ഫെർട്ടിലൈസേഷൻ നടക്കാതെ, സാധാരണ ഫെർട്ടിലൈസേഷൻ നടക്കണം ഫ്രൂട്ടും സീഡും ഒക്കെ ഉണ്ടാകാൻ. എന്നാൽ ഫെർട്ടിലൈസേഷൻ ഉദ്ദേശിക്കുന്ന ഡബിൾ ഫെർട്ടിലൈസേഷൻ കേട്ടോ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാകാറുണ്ട്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാകുന്നതിന് വിളിക്കുന്ന പേരാണ് പാർത്തനോകാർപ്പി. എന്താ വിളിക്കുക? പാർത്തനോകാർപ്പി എന്നാ വിളിക്കുക. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സാർ, ഓർത്തോണേ, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് സാധാരണ സീഡാണെങ്കിലും ഫ്രൂട്ടാണെങ്കിലും ഒക്കെ ഉണ്ടാകുക സാറേ നോർമലി. എന്നാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ആ പ്രതിഭാസത്തിന്റെ പേരാണ് പാർത്തനോകാർപ്പി. എന്താ സാർ പാർത്തനോ? അറിഞ്ഞില്ല. എന്താ പാർത്തനോകാർപ്പി സാർ? സാധാരണ ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഫ്രൂട്ടും സീഡ് ഉണ്ടാകാം. എന്നാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് നേരെ ഉണ്ടാകും. അതിൻ്റെ പേര്, ആ പ്രതിഭാസത്തിന്റെ പേരാ പാർത്തനോകാർപ്പി. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടിന് എക്സാമ്പിളാ, ഈ പാർത്തനോകാർപ്പി വഴി ഉണ്ടാകുന്ന ഫ്രൂട്ടിന് എക്സാമ്പിളാണ് ബനാന. ഇനി സാർ, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടല്ലേ സീഡ് ഉണ്ടാകുക. എന്നാൽ ചിലയിടത്ത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാകാറുണ്ട്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാകുന്നതിൻ്റെ പേരാണ്, ആ പ്രതിഭാസത്തിന്റെ പേരാ അപ്പോമിക്സിസ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടായാൽ ആ പ്രതിഭാസത്തിന്റെ പേര് പാർത്തനോകാർപ്പി. അങ്ങനെ ഉണ്ടാകുന്ന ഫ്രൂട്ടാണ് ബനാന. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടായാൽ ആ പ്രതിഭാസത്തിന്റെ പേര് അപ്പോമിക്സിസ് എന്നാ വിളിക്കുക. ഇത് ചില പുല്ലിനങ്ങൾ, ഗ്രാസസിലും അതേപോലെ അസ്റ്ററേസിയെ, സൺഫ്ലവർ ഉള്ള ഫാമിലി കേട്ടോ അസ്റ്ററേസിയെ. ചില പുല്ലിനങ്ങളിൽ കാണാം, സൺഫ്ലവർ ഉള്ള അസ്റ്ററേസിയെ ഫാമിലിയിലും കാണാം. എന്താ അപ്പോമിക്സിസ്? എന്താ സാറേ പോളി എംബ്രിയോണി? പോളി എന്ന് പറഞ്ഞാൽ കുറേ, എംബ്രിയോ എന്ന് പറഞ്ഞാൽ എംബ്രിയോണി. ഒരു സീഡിൽ സാധാരണ ഒരു എംബ്രിയോയെ കാണാം. പക്ഷേ ചില സീഡ് എടുത്താൽ അതിൽ മോർ ദാൻ 1 എംബ്രിയോ. സാധാരണ ഒരു സീഡ് എടുത്താൽ ഒരു എംബ്രിയോയെ പാടുള്ളൂ. എന്നാൽ ചില സീഡ് എടുത്താലോ സാറേ അതിനുള്ളിൽ കുറേ എംബ്രിയോ കാണാം. ഒരു സീഡിൻ്റെ ഉള്ളിൽ കുറേ എംബ്രിയോ കാണാറുണ്ട്. ഒരു സീഡിൻ്റെ ഉള്ളിൽ തന്നെ കുറേ എംബ്രിയോ കാണുന്ന പ്രതിഭാസമാ മക്കളെ പോളി എംബ്രിയോണി. ഇതെവിടെ കാണുക? ഓറഞ്ച്, മാംഗോ. സാർ ഫോൾസ് ഫ്രൂട്ട്, കാഷ്യൂ, ആപ്പിൾ, സ്ട്രോബെറി. പെരിസ്പം എന്താ? സീഡിൻ്റെ ഉള്ളിൽ കാണുന്ന ന്യൂസിലസ് എന്ന് പറയുന്ന കോശങ്ങളുടെ അവശിഷ്ടങ്ങൾ, റെമിനൻസ്, അതാ പെരിസ്പം. അത് ഏതൊക്കെ സീഡിലാണ് കാണാം? ബ്ലാക്ക് പെപ്പർ, ബീറ്റ്. അപ്പോമിക്സിസ് എന്താ? ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാകുന്നു. എക്സാമ്പിൾ അസ്റ്ററേസിയ, ഗ്രാസസ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടായാൽ പാർത്തനോകാർപ്പി. എക്സാമ്പിൾ ബനാന. ഒരു സീഡിൻ്റെ ഉള്ളിൽ ഒരു എംബ്രിയോയെ കാണാം, എന്നാൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണാറുണ്ട്. ആ കണ്ടീഷന്റെ പേരാ പോളി എംബ്രിയോണി. അതെവിടെ കാണാം? ഓറഞ്ച് ആൻഡ് മാംഗോ.
ഈ ചാപ്റ്റർ ഞാൻ സകലതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മക്കളെ. നിങ്ങളുടെ ഉത്തരവാദിത്വം ഇത്രേ ഉള്ളൂ മക്കളെ, പഠിച്ചേക്കണേടാ. നിങ്ങളുടെ ഉത്തരവാദിത്വം ഇത്രേ ഉള്ളൂ, പഠിച്ചേക്കണേ. ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ വേഗം 2 ചാപ്റ്ററുമൊക്കെ നമ്മൾ വേഗം പറഞ്ഞു പോയിട്ടുണ്ട്. 30 വാങ്ങിക്കാവുന്നേ ഉള്ളൂ. 30 വാങ്ങിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. 30 മാർക്ക് നിങ്ങൾക്ക് ബയോളജിക്ക് വാങ്ങിക്കാനുള്ള സകല ക്വസ്റ്റ്യൻസും ഡയഗ്രാംസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. പഠിക്കുക മക്കളെ. ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങളൊന്ന് ഉത്തരം കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേരെന്താ? ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേര് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ മക്കളെ. കൂടാതെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക.